Praise the Lord. 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 ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തനാതി പരിശുദ്ധവാന്റെ നാമಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷമുള്ളവർ കർത്തനിಗೆ ഹല്ലേലൂയ ಹೇಳೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಅತಿ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ വളരെയധികം സ്തുതിക്കുകയാണ്. അനുഗ്രഹിಸಲ್ಪಟ್ಟಂತ ಈ ಒಳ್ಳೆಯ ಸಮಯಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഇങ്ങനെ ഒരു പ്രത്യേകം ഒരു കോൺഫറൻസ് ഇവിടെ ക്രമീകരിപ്പാൻ പ്രിയ അഭിഷിക്ത ദേവദാസന് കൊടുത്ത ദർശനത്തിനായി ഞാൻ ദൈവത്തെ വളരെയധികം സ്തുതിക്കുന്നു. ಈ ರೀತಿಯ ಒಂದು ಪ್ರತ್ಯೇಕ ಸಮ್ಮೇಳನಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇನೆ. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ಜನರಿಗೆ ಅದರಲ್ಲಿ ಸಂತೋಷವಿದೆ. ഹല്ലേലൂയ. നമ്മുടെ തീം തന്നെ പ്രൊഫറ്റിക്കൽ കോൺഫറൻസ് എന്നാ. ನಮ್ಮ ಒಂದು ಥೀಮ್ ಬಂದು ಪ್ರವಾದನ ಸಮ್ಮೇಳನ ಅಂತ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ തയ്യാറാണ് പ്രവചിക്കാൻ? ಇವತ್ತು ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗ್ತಾ ಇದ್ದೀರಿ ಪ್ರವಾದಿಸಲಿಕ್ಕೆ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ನೀವು ಒಂದು ವೇಳೆ ಚಿಂತಿಸಬಹುದು, ഹല്ലേലൂയ, വന്ന് നിൽക്കുന്ന അഭിഷക്തന്മാരായിരിക്കും ഇതിനകത്ത് പ്രവചിക്കുന്നത്. ಬಂದಿರತಕ್ಕಂತ ಸೇವಕರು ಇಲ್ಲಿ ಪ್ರವಾದಿಸಬೇಕಾಗಿದ್ದು. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, ಆದ್ರೆ ದೇವರ ಆತ್ಮನು ನನ್ನ ಸಂಗಡ ಈ ರೀತಿಯಾಗಿ ಹೇಳಿದ್ದಾರೆ, ഇതിനകത്തിരിക്കുന്ന വ്യക്തികളാ പ്രവചിക്കാൻ പോകുന്നത്. ಇಲ್ಲಿ ಇರತಕ್ಕಂತವರು ಪ್ರವಾದಿಸುತ್ತಾರೆ. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ് ഇന്ന് പകൽക്കാലം? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಾ ಅದಕ್ಕಾಗಿ? പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. വലിയ വലിയ പ്രൊഫറ്റിക് ടീംസിനെ കൊണ്ടുവരണ്ട, ದೊಡ್ಡ ಮಹಾನ್ ವ್ಯಕ್ತಿಗಳಾದ ಪ್ರವಾದಿಗಳನ್ನು ತರಬೇಕಾಗಿಲ್ಲ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ದೇವರ ಪವಿತ್ರಾತ್ಮನು ಆರಿಸಿ ತೆಗೆದುಕೊಂಡಿರುವಂತದ್ದು, ഈശുപുരത്ത് നിന്ന് ഈ ചർച്ചിനകത്ത് കൂടിയിരിക്കുന്ന ദൈവജനത്തെയാ, ಈ ಸಭೆಯಲ್ಲಿ ಸೇರಿರತಕ್ಕಂತ ದೇವರ ಮಕ್ಕಳನ್ನೇ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നുണ്ട്, ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ, ನಾನು ಪರಿಪೂರ್ಣವಾಗಿ ನಂಬುತ್ತೇನೆ, ಈ ಪ್ರಾರ್ಥನಾ ಕೂಟವು ಮುಗಿಯುವುದಕ್ಕಿಂತ ಮೊದಲೇ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികൾ പ്രവചിക്കാൻ പോകുന്നു. ಇಲ್ಲಿ ಇರತಕ್ಕಂತ ಕೆಲವರು ಪ್ರವಾದಿಸಲಿಕ್ಕಿದ್ದೀರಿ. ഹല്ലേലൂയ. ദൈവസഭയോടുള്ള, ದೇವರ ಸಭೆಗಿರತಕ್ಕಂತ, ഹല്ലേലൂയ, ദേശത്തോടുള്ള, ದೇಶಕ್ಕಿರತಕ್ಕಂತಹ, പട്ടണത്തോടുള്ള, ಪಟ್ಟಣಗಳಿಗಿರತಕ್ಕಂತಹ, ഹല്ലേലൂയ, രാജ്യത്തിനോടുള്ള ദൂത് ഇതിനകത്ത് നിന്ന് വെളിപ്പെടാൻ വേണ്ടി പോകുക. ರಾಜ್ಯಗಳಿಗಿರತಕ್ಕಂತ ಆಲೋಚನೆ ಇಲ್ಲಿಂದ ಪ್ರಕಟವಾಗಲಿಕ್ಕಿದೆ. ഹല്ലേലൂയ. അതിന് എത്ര പേർ തയ്യാറാ? ಎಷ್ಟು ಜನ ಅದಕ್ಕೆ ಸಿದ್ಧರಾಗ್ತೀರಿ? ഒരു നിമിഷം കണ്ണുകളെ മൂടാൻ പ്രാർത്ഥിക്കാം. ಒಂದು ನಿಮಿಷ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿರಿ, ಪ್ರಾರ್ಥಿಸೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അതിരങ്ങളെ തുറന്ന് അല്പനേരം സ്തോത്രം ചെയ്താൽ, ಎಲ್ಲರೂ ಒಂದು ನಿಮಿಷ ಬಾಗಿಲನ್ನು ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ യേശുവിന്റെ ಮಾಡಿ. രക്തത്താൽ ചെയ്യാം. ಯೇಸುವಿನ ರಕ್ತಕ್ಕೆ ആ ಜಯ. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെട്ടു ದೇವರ വരുന്നുണ്ട്. ಸಾನ್ನಿಧ್ಯವು ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಿದೆ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോകുക. ಇಂದು ಹಗಲ ವೇಳೆ ದೇವರ ಆತ್ಮನು ತಾನೇ ನಿಮ್ಮನ್ನ ಸ್ಪರ್ಶಿಸಲಿಕ್ಕಿದ್ದಾರೆ. അതിരങ്ങളെ തുറന്ന് അല്പനേരം സ്തോത്രം ചെയ്യാം. ಬಾಗಿಲನ್ನ ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. നിങ്ങൾക്ക് ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിൽ അന്യഭാഷയിൽ, ನಿಮಗೆ ಸಿಕ್ಕಿರತಕ್ಕಂತಹ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ സംസാരിച്ചു തുടങ്ങുമ്പോൾ, ಮಾತನಾಡಿ ಶುರು ಮಾಡುವಾಗ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ದೇವರ ಆತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, അന്യഭാഷയുടെ തലം മാറിയതിനു ശേഷം, ನಿಮ್ಮ ಅನ್ಯ ಭಾಷೆ ಎಂಬಂತಹ ಆ ಹಂತವನ್ನ ದಾಟಿದ ನಂತರ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ദർശനങ്ങളേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുക. ಕೆಲವರಿಗೆ ದೇವರು ದಿವ್ಯ ದರ್ಶನಗಳನ್ನು ಕೊಡುತ್ತಾರೆ. ചില വെളിപ്പാടിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകാൻ, ಕೆಲವರಿಗೆ ಆ ಪ್ರಕಟಣೆಗಳಿಗೆ ದೇವರು ನಡೆಸುತ್ತಾರೆ. നിങ്ങൾ കാണുന്ന ദർശനം, ನೀವು ನೋಡತಕ್ಕಂತ ದರ್ಶನಗಳು, നിങ്ങൾ കാണുന്ന വെളിപ്പാട്, ನೀವು ನೋಡತಕ್ಕಂತಹ ಪ್ರಕಟಣೆಗಳು, നിങ്ങളുടെ അന്യഭാഷ മാറി, ನಿಮ್ಮ ಅನ್ಯ ಭಾಷೆ ಬದಲಾಗಿ, ഹല്ലേലൂയ, അതിൽ ആ കണ്ട ദർശനം, വെളിപ്പാടുകൾ പ്രവചന ശബ്ദമായത് പുറത്തു വരാൻ പോവുകയാണ്. ಆ ಪ್ರಕಟಣೆಗಳು, ಆ ದರ್ಶನಗಳು ಪ್ರವಾದನೆಯ ರೂಪದಲ್ಲಿ ಬರಲಿಕ್ಕಿದೆ. Are you ready? ಸಿದ್ಧರಾಗಿದ್ದೀರೋ? നിങ്ങൾ തയ്യാറാണോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? നിങ്ങൾ തയ്യാറാണോ? ಸಿದ್ಧರಾಗಿದ್ದೀರಾ? എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ಇವತ್ತು ದೇವರ ಆತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, നിന്നെ ദർശനത്തിലേക്ക് അവൻ കരം പിടിക്കാൻ പോകുകയാണ്. ನಿನ್ನ ದರ್ಶನಕ್ಕಾಗಿ ಆತನು ನಿಮ್ಮನ್ನ ಕರ ചില ಹಿಡಿದಿದ್ದಾನೆ. റെവലേഷനിലേക്ക് നിന്നെ കരം പിടിക്കുവാൻ വേണ്ടി പോകുകയാണ്. ಹೊಸ ಪ್ರಕಟಣೆಗಳಿಗೋಸ್ಕರ ಆತನು ನಿಮ್ಮ ಹಸ್ತವನ್ನು ಹಿಡಿದಿದ್ದಾನೆ. ഈ ദൂതിനകത്ത് പ്രസ്താവിക്കുമ്പോൾ ആരുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ അത് പകർന്നുകൊണ്ടിരിക്കുക. ಈ ಆಲೋಚನೆ ಹೇಳುತ್ತಿರುವಾಗಲೇ ಕೆಲವರ ಹೃದಯದೊಳಗಡೆ ಅದು ವ್ಯಾಪಿಸುತ್ತಿದೆ. ഒരു നിമിഷം എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ಒಂದು ನಿಮಿಷ ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸಿರಿ. ഓരി ബലവശന്തരാന ബൗഡരി ഗർത്തനാരേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. நீ சொன்னால் போதும் செய்வேன்,
நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்று பிடிப்பேன். என் அன்பு இயேசுவே, நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்று பிடிப்பேன். என் அன்பு இயேசுவே. செல்வாரியே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. இந்த மகத்தான சக்தியோடு ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன். என் அன்பு இயேசுவே, நீ சொன்னால் போதும் செய்வேன், நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்று பிடிப்பேன். என் அன்பு இயேசுவே. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാട്ടിന്റെ വരി ഇങ്ങനെ പറയുന്നത്, നീ സൊന്നാൽ പോതും. ಈ ಹಾಡಿನ ಚರಣಗಳು ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತೆ, ನೀನು ಹೇಳಿದರೆ ಸಾಕು, നീ എന്തു പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ನೀನು ಏನು ಹೇಳಿದ್ರು ಸಾಕು, ನಾನು ಅದನ್ನ ಮಾಡ್ತೀನಿ. തയ്യാറാണോ? സിദ്ധരാಗಿದ್ದೀರಾ? ഹല്ലേലൂയ, ಆಮೆನ್, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്തു നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാൻ ಇದರ ಒಳಗಡೆಯಿಂದ ದೇವರಾತ್ಮನು ಕೆಲವು ಪ್ರವಾದಿಗಳನ್ನು ಎಬ್ಬಿಸುತ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിന്റെ പടയാളികളെ ഇതിനകത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോവുകയാണ്. ಆಮೆನ್. ಸೈನಿಕರನ್ನಾಗಿ ದೇವರಿಲಿಂದ ಅನೇಕರನ್ನ ಎಬ್ಬಿಸುತ್ತಿದ್ದಾರೆ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ಯಾತಕ್ಕಾಗಿ? യുദ്ധത്തിന് വേണ്ടിയാ. ಆಮೆನ್. ದೈವಿಕ ಯುದ್ಧ ಮಾಡುವುದಕ್ಕೆ. അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ളവർ മാത്രം ചാടി എഴുന്നേറ്റ് ಯುದ್ಧಕ್ಕಾಗಿರತಕ್ಕಂಥವರು ಎದ್ದು ನಿಂತುಕೊಳ್ಳಿರಿ. ಯುದ್ಧ ಮಾಡಲಿಕ್ಕೆ ಸಿದ್ಧರಾದವರು. ദൈവികമാകുന്ന ഒരു ആത്മീയ യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ. ಆ ಯುದ್ಧದ ಹೆಸರಾಗಿದೆ ಆತ್ಮಿಕ ಯುದ್ಧ. നിങ്ങൾ തയ്യാറാണോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ? പിശാചിന്റെ പോരാട്ടങ്ങളെ, തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് പോരാടുവാൻ, ಅಂದರೆ ಸೈತಾನನ ತಂತ್ರೋಪಾಯಗಳನ್ನ ತಿಳಿದುಕೊಂಡು ಹೋರಾಡುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധನೆಯಲ್ಲಿ ಬಿಡುಗಡೆ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധನೆಯಲ್ಲಿ സൗഖ്ಯ, ദേഹം ദേഹി ആത്മാവിന് സമാധാന സന്തോഷത്തെ പകരുന്ന ദൈവത്തിന്റെ അഭിഷേകമാ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നത്. ಆತ್ಮ ಪ್ರಾಣ ಶರೀರದಲ್ಲಿ ಏಕ ರೀತಿಯಲ್ಲಿ ವ್ಯಾಪಿಸುವ ಸಮಾಧಾನ ಸಂತೋಷವನ್ನ ದೇವರು ಇವತ್ತು ಹಂಚಿಕೊಡಲಿಕ್ಕಿದ್ದಾನೆ. ആരാധനൈ യേശുവിക്കേ, ಆರಾಧನೆ ಯೇಸುವಿಗೆ, ಓ ಆರಾಧನೆ ಯೇಸುವಿಗೆ, ಆರಾಧನೆ ಯೇಸುವಿಗೆ. ನೀ ನುಡಿದರೆ ಸಾಕು ಮಾಡುವೆ, ನೀ ತೋರಿದ ದಾರಿಯ ಹಿಡಿಯುವೆ, ನಿನ್ನ ಪಾದವ ಒಂದೇ കരങ്ങളെ ചേർത്തടിച്ച്. ನನ್ನ ಪ್ರಿಯ ಯೇಸುವೇ, ನೀ ನುಡಿದರೆ ಸಾಕು ನ ಮಾಡುವೆ, ನೀ ತೋರಿದ ಹಾದಿಯ ನಡೆಯುವೆ, ನಿನ್ನ ಪಾದ ಒಂದೇ ಹಿಡಿಯುವೆ, ನನ್ನ ಪ್ರಿಯ ಯೇಸುವೇ. ಆರಾಧನೆ ಯೇಸುವಿಗೆ, ഓ ശക്തിയോടെ ಆರಾಧನೆ ಯೇಸುವಿಗೆ, ഓരിവരക ദുനാര ഘടക ശബ്ദന, ಆರಾಧನೆ ಯೇಸುವಿಗೆ, ഓരിക ശബ്ദന ദുനാര ഗൗരക ദദന ദദന, ഏരിക ശബ്ദന ഓരിക ദുനാര ഗൗരക ദുനാര, ഓരിക ശബ്ദനാര, ഓരിക ശബ്ദനാര, ഓരിവരക ദുനാര. ನನ್ನ ಪ್ರಿಯ ಯೇಸುವೇ, ನೀ ನುಡಿದರೆ ಹೇಳ್ತಿದ್ದಾರೆ, ಈ ಸಭೆ ಇನ್ನು ಈ ಸಭೆ ಒಡೆಯಲ್ಪಡುತ್ತೆ, ಈ ಸಭೆಯ ಪ್ರಾಂತ್ಯ ಇನ್ನು ವಿಸ್ತಾರವಾಗುತ್ತೆ. ಈ ಸಭೆಗೆ ಬಿಟ್ಟು ಹೋಗಿರುವಂತ ವ್ಯಕ್ತಿ ತಿರುಗಿ ಬರುವವರಾಗಿದ್ದಾರೆ. ನಿನ್ನ ಕಣ್ಣೀರನ್ನು ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. ನಿನ್ನ ಸಭೆ ಇನ್ನು ವೃದ್ಧಿ ಆಗುವುದು, ಇನ್ನು ವೃದ್ಧಿ ಆಗುವುದು, ಇನ್ನು ವೃದ್ಧಿ ಆಗುವುದು, ಇನ್ನು ವೃದ್ಧಿ ಆಗುವುದು. ಬಲದಿಂದ ನಾನು ನಿನ್ನನ್ನು ಆದುಕೊಂಡ ಸಂತತಿ ನೀನು. ಓ ರಾಜ, ಓ ರಿ ಬಾಬಾ 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 ಬಾಬಾ. ಆಮೆನ್.
ഒന്ന് കരങ്ങൾ എഴുതി ആമേൻ പറഞ്ഞേ. ആമേൻ. Praise the Lord. ഒരു വശന്തുരാന പാസ്റ്ററേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ കാണിച്ചൊരു വെളിപ്പാടുണ്ട്. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ನಾನು ಈ ವೇದಿಕೆಯ ಮೇಲೆ ಬಂದಾಗ ತೋರಿಸಿದಂತ ಒಂದು ಪ್ರಕಟಣೆ ಇದೆ. എന്നെ ഒരു വലിയ കുളം കാണിച്ചു, വലിയൊരു കുളം, ಒಂದು ದೊಡ್ಡ ಕೊಳವನ್ನ ದೇವರು ತೋರಿಸಿದ್ರು. ആ വലിയ കുളത്തിനകത്ത് ഒരുപാട് ഇങ്ങനെ ഈ ഡേറ്റിയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക. ಆ ಕೊಳದೊಳಗಡೆ ತುಂಬಾ ಮಲಿನತೆ ತುಂಬಲ್ಪಟ್ಟಿದೆ. ഒരുപാട് വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ತುಂಬಾ ಕಸಗಳು ತುಂಬಲ್ಪಟ್ಟಿದೆ. ഞാൻ കണ്ട വെളിപ്പാട് ഇങ്ങനെയാണ്. ನಾನು ನೋಡಿದ ದರ್ಶನ ಈ ರೀತಿಯಾಗಿತ್ತು. ചില വ്യക്തികൾ അതിനകത്ത് ഇറങ്ങി, ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಅದರ ಒಳಗಡೆ ಇಳಿದು ആ കുളം എന്ന് ക്ലീൻ ചെയ്യുന്നത് പോലെ ಆ ಕೊಳವನ್ನ ಕ್ಲೀನ್ ಮಾಡತಕ್ಕ ರೀತಿಯಲ್ಲಿ അതിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തനാണ്. ಅದಕ್ಕೆ ನಾಯಕತ್ವ ವಹಿಸಿರುವಂತದ್ದು ಅಭಿಷಕ್ತರಾಗಿದ್ದಾರೆ. പരിശുദ്ധാത്മ പറയുക, ದೇವರ ಪವಿತ್ರಾತ್ಮನ ಹೇಳ್ತಿದ್ದಾರೆ, ഈ പ്രൊഫറ്റിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ಈ ಪ್ರವಾದನ ಸಮ್ಮೇಳನದಲ್ಲಿ ഈസുപുരം ഒരു ക്ലീനിങ് ആക്കാൻ വേണ്ടി പോകുക. ಇಲ್ಲೊಂದು ದೊಡ್ಡ ಶುದ್ಧೀಕರಣ ನಡೆಯುತ್ತಿದೆ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കുന്നു, ನಾನು ಪುನರಾವರ್ತಿಸಿ ഇതിനകത്ത് ഇനി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരല്ല പ്രവചിക്കാൻ പോകുന്നത്. ಇಲ್ಲಿ ಇನ್ನು ಸೇವಕರುಗಳಲ್ಲ ಪ್ರವಾದಿಸಲಿಕ್ಕಿರುವಂತದ್ದು. ഹല്ലേലൂയ. ആരുടെ മേലാണോ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നത്, ಆಮೆನ್, ಯಾರ ಮೇಲೆ ದೇವರ ಆಮೆನ್ ಆತ್ಮನು ಇಳಿದು ಬರ್ತಾನೋ, ഹല്ലേലൂയ, ആ വ്യക്തികൾ പ്രവചിക്കാൻ വേണ്ടി പോകുക. ಆ ನಿರ್ದಿಷ್ಟ ವ್ಯಕ್ತಿ ಪ್ರವಾದಿಸುತ್ತಾನೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ. ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿ ಆಮೆನ್ ಹೇಳಿರಿ. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ನೀವು ರೆಡಿ ಆಗಿದ್ದೀರಾ? ಸಿದ್ಧರಾಗಿದ್ದೀರಾ? വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕೊಟ್ಟು ಹೇಳಿರಿ. നിങ്ങൾ റെഡിയാണോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? നിങ്ങൾ റെഡിയാണോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ? റെഡിയാണോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? തോൾ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ നീ റെഡിയാണോ? ಅವರ ಭುಜಕ್ಕೆ ಕೈ ಇಟ್ಟು ಹೇಳಿ, ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ದೇವರ ಪವಿತ್ರಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ഈ യൂണിറ്റിയെ ഡിസ്യൂണിറ്റി ആക്കാൻ വേണ്ടി പിശാച് വെച്ച പദ്ധതി ഇന്ന് പകൽക്കാലം പൊട്ടാ പോകുക. ಈ ಐಕ್ಯತೆಯನ್ನ ಕೆಡಿಸುವುದಕ್ಕಾಗಿದ್ದಂತ ಹೋರಾಟವನ್ನು ದೇವರು ಒಡೆದು ಹಾಕಿದ್ದಾನೆ. ഹല്ലേലൂയ. ಶಕ್ತಿಯಾಗಿ ആരാധനയേ സുവികേ, ಆರಾಧನೆಯೇ കരങ്ങളെ ചേർത്തടിച്ച് ആരാധനയെ സ്വർഗീയേ, ആരാധനയെ ನೀ ನುಡಿದರೆ ಸಾಕು ನ ಮಾಡುವೆ, ನೀ ಸಾರಿದ ದಾರಿಯಲ್ಲಿ ನಡೆಯುವೆ, ನನ್ನ ಪಾದವೊಂದೇ ಹಿಡಿಯುವೆ, ನನ್ನ ಪ್ರಿಯ ಯೇಸುವೇ. ನೀ ನುಡಿದರೆ ಸಾಕು ನ ಮಾಡುವೆ, ನೀ ತೋರಿದ ದಾರಿಯ ನಡೆಯುವೆ, ನಿನ್ನ ಪಾದ ಒಂದೇ ಹಿಡಿಯುವೆ, നിന്നെ തിരഞ്ഞെടുക്കുക. ആരാധന യേശുവിಗೆ, ആരാധന യേശുവിಗೆ, ആരാധന യേശുവിಗೆ, ആരാധന പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഇരുന്നാട്ടെ. ಎಲ್ಲರೂ ಶಾಂತವಾಗಿ ಕುಳಿತುಕೊಳ್ಳಿ. ഹല്ലേലൂയ. ചില തിരുവചന ഭേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ചിട്ട് ഇന്ന് പ്രൊഫറ്റിക് ആക്ഷനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുക. ಕೆಲವು ವಾಕ್ಯ ಭಾಗಗಳನ್ನ ನಿಮ್ಮ ಮುಂದೆ ತಿಳಿಸಿಕೊಟ್ಟ ನಂತರ ಪ್ರವಾದನೆಯನ್ನ ಕ್ರಿಯಾರೂಪದಲ್ಲಿ ನಾವು ತರಲಿಕ್ಕಿದ್ದೇವೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രിയ അഭിഷക്ത ദേവദാസൻ എന്നെ കോൾ ചെയ്ത സമയത്ത്, ಪ್ರಿಯ ಅಭಿಷಕ್ತರು ನನ್ನನ್ನ ಕರೆದಾಗ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ನನಗೆ ಈ ರೀತಿಯಾಗಿ ಹೇಳಿದ್ರು, ദൈവ ശബ്ദത്തെ കുറിച്ച് സംസാരിക്കണം, ದೇವರ ಶಬ್ದದ ಕುರಿತಾಗಿ ನೀವು ಮಾತನಾಡಬೇಕು. അപ്പൊ ഞാൻ അതിനായിട്ടുള്ള ഹിയറിംഗ് ഗോഡ് വോയിസിംഗിന്റെ ടീച്ചിങ്ങിന്റെ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കി ഒന്ന് പ്രിപ്പറേഷൻ ചെയ്തു. ನಾನು ಅದಕ್ಕೋಸ್ಕರ ಇರತಕ್ಕಂತ ಕೆಲವು ಸಿದ್ಧತೆಗಳನ್ನ ಮಾಡಿದ್ದೆ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, പ്രൊഫറ്റിക്കൽ കോൺഫറൻസാ. ಆದ್ರೆ ಇಲ್ಲಿ ಬಂದಾಗ ಗೊತ್ತಾಯಿತು, ಇದೊಂದು ಪ್ರವಾದದ ಸಮ್ಮೇಳನವಾಗಿದೆ. അപ്പൊ ഞാൻ തയ്യാറാക്കിയ നോട്ടിനെടുത്ത് അങ്ങോട്ട് മാറ്റുകയാണേ. ಆಗ ನಾನು ಸಿದ್ಧಪಡಿಸಿರತಕ್ಕಂತ ನೋಟನ್ನ ತೆಗೆದು ಬದಿಗಿಡ್ತಿದ್ದೆ. Praise the Lord. പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിനകത്ത് പകർന്ന ചില വാക്യങ്ങളെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം ഒരുമിച്ച് പ്രവചിക്കാൻ പോവുക. ಆಗ ಪವಿತ್ರಾತ್ಮನು ಈಗ ನನ್ನೊಳಗೆ ಪ್ರಕಾಶಪಡಿಸುವ ಕೆಲವು ವಾಕ್ಯ ಭಾಗಗಳನ್ನು ನಿಮಗೆ ಹಂಚಿಕೊಟ್ಟ ನಂತರ ನಾವು ಜೊತೆಯಾಗಿ ಪ್ರವಾದಿಸಲಿಕ್ಕಿದ್ದೇವೆ.
Praise the Lord. Hallelujah. ഞാൻ ചിന്തിക്കുകയാണ് ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ ನಾನು ಚಿಂತಿಸ್ತಾ ಇದ್ದೇನೆ ಇದೊಂದು ವೇಳೆ ಕೇರಳದಲ್ಲಾಗಿದ್ದ ಪಕ್ಷದಲ್ಲಿ Hallelujah. Hallelujah. പാസ്റ്ററിന്റെയും ಪಾಸ್ಟರ್ ಮತ್ತು പാസ്റ്ററിന്റെ മക്കളും ಪಾಸ್ಟರ್ನ ಮಕ್ಕಳು പാസ്റ്ററിന്റെ കുടുംബക്കാർ മാത്രം പ്രവചിച്ചാൽ മതി. ಪಾಸ್ಟರ್ನ ಕುಟುಂಬಸ್ಥರು ಮಾತ್ರ ಪ್ರವಾದಿಸಿದ್ರೆ ಸಾಕಿತ್ತು. ബാക്കി വേറെ ആരും പ്രവചിക്കാൻ ಬೇರೆ പാടില്ല. ಯಾರು ಅಲ್ಲಿ ಪ್ರವಾದಿಸಂಗಿಲ್ಲ. Hallelujah. Hallelujah. ജാതിയും ഐത്യവും ഒക്കെ നോക്കുമ്പോൾ ಆ ಜಾತಿಯನ್ನು ಎತ್ತರವನ್ನೆಲ್ಲ ನೋಡುವಾಗ Hallelujah. വിശ്വാസികളൊക്കെ മാറ്റി നിർത്തും. ವಿಶ್ವಾಸಿಗಳನ್ನೆಲ್ಲ ಬದಿಗೆ ನಿಲ್ಲಿಸ್ತಾರೆ. പക്ഷേ പ്രിയ അഭിഷേക്തനായ ദൈവത്തെ സ്തുതിക്കുക. ಆದ್ರೆ ಪ್ರಿಯ ಅಭಿಷಕ್ತರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. കുടുംബത്തെ മാത്രം നോക്കാതെ ഇങ്ങനെ ഒരു കോൺഫറൻസ് ക്രമീകരിക്കാൻ താൻ കൊടുത്ത വെളിപ്പാടിനായി ಕುಟುಂಬಸ್ಥರನ್ನ ಮಾತ್ರ ನೋಡದೆ ಇಡೀ ಸಭೆಗಾಗಿರತಕ್ಕಂತ ಪ್ರವಾದನ ಸಮ್ಮೇಳನವನ್ನ ಏರ್ಪಡಿಸುವುದಕ್ಕಾಗಿ സഭയുടെ വളർച്ചയുടെ ഒന്നാമത്തെ ചവിട്ടുപടിയാണ് ഹല്ലേലൂയ സഭയ്ക്കകത്തുള്ള പ്രവാചകന്മാർ. ಸಭೆಯ ಬೆಳವಣಿಗೆಯ ಮೊದಲನೇ ಒಂದು ಹಂತವಾಗಿದೆ ಸಭೆಯಲ್ಲಿ ಪ್ರವಾದಿಗಳು ಎಬ್ಬಿಸಲ್ಪಡುವಂಥದ್ದು. Praise the Lord. Hallelujah. Hallelujah. ഒരു വേദഭാഗം മാത്രം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി ಒಂದು ವಾಕ್ಯ ಭಾಗವನ್ನ ಮಾತ್ರ ನಾವು ಜೊತೆಯಾಗಿ ಕಲಿತ ನಂತರ ചില കാര്യങ്ങളെ രേഖപ്പെടുത്തി ഞാൻ എന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ വേണ്ടി ദൈവനാമത്തിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ಕೆಲವು ವಿಚಾರಗಳನ್ನು ಹೇಳಿದ ನಂತರ ಸೇವೆಯ ಮುಂದಿನ ಹಂತಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಬಯಸುತ್ತೇನೆ. വീണ്ടും എന്നെ ക്ഷണിച്ച പ്രിയ അഭിഷേക്ത ദേവദാസൻ കുടുംബം ദൈവസഭയോടുള്ള സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ಇನ್ನೊಂದು ಆವರ್ತಿ ನನ್ನನ್ನು ಆಹ್ವಾನಿಸಿದ ಘನ ಸೇವಕರಿಗೂ ಕುಟುಂಬಕ್ಕೂ ಸಭೆಗೂ ಇರುವ ವಂದನೆಯನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. അതിമനോഹരമായി ഞാൻ പറയുന്ന പദങ്ങളൊക്കെയും ട്രാൻസ്ലേഷൻ ചെയ്ത് എന്നെ വളരെ വളരെ സഹായിക്കുന്ന പ്രിയ അഭിഷേക്തനായ ദൈവത്തെ ഞാൻ വളരെ സ്തുതിക്കുകയാണ്. ನನಗೋಸ್ಕರ ಭಾಷಾಂತರ ಮಾಡುವಂತ ಸೇವಕರಿಗೂ ವಂದನೆಯನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. അതിമനോഹരമായി സ്വർഗീയമാകുന്ന ആരാധനകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റാളെ കാണാനില്ല. ಬಹಳ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಮ್ಮನ್ನು ಆರಾಧನೆ ನಡೆಸತಕ್ಕಂತ ಸೇವಕರಿಗೂ ನನ್ನ ವಂದನೆಯನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എന്നെ സഹിക്കാൻ വേണ്ടി വന്ന എല്ലാ ദൈവജനത്തോടുള്ള നന്ദിയും കടപ്പാട് ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ಮಾತ್ರವಲ್ಲದೆ ನನ್ನ ಮುಂದೆ ಕುಳಿತು ಸಹಿಸುತ್ತಿರುವಂತ ಎಲ್ಲ ದೇವರ ಮಕ್ಕಳಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. സന്തോഷമുണ്ടോ? ಸಂತೋಷವಿದೆಯಾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. ಪರಲೋಕದ ದೇವರು ನಮಗೆ ಕೃಪೆ ಮಾಡಲಿ. നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ ನಮಗೆ ಗೊತ್ತಿದೆ ದೇವರ ವಾಕ್ಯವನ್ನು ಓದುವಾಗ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രകാരം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ಸತ್ಯವೇದದ ಆಧಾರ ಸಹಿತವಾದ ವಿಷಯಗಳನ್ನು ನಾವು ಕಲಿಯುವಾಗ നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്തുകൾ ನಮ್ಮ ಕರಗಳಲ್ಲಿರತಕ್ಕಂತಹ ಈ ದೇವರ ವಾಕ್ಯವು രണ്ട് വിഭജനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ಎರಡು ರೀತಿಯಲ್ಲಿ ವಿಭಾಗವಾದದನ್ನು ನೋಡಕ್ಕೆ ಸಾಧ್ಯ. എത്രയാണ്? ಎಷ್ಟು ವಿಧಗಳಾಗಿ ವಿಂಗಡಿಸಲಾಗಿದೆ? ಎರಡು വിഭജനങ്ങൾ. ഒന്ന് ಮೊದಲನೇದಾಗಿ ಓಲ್ಡ್ ಟೆಸ್ಟಮೆಂಟ್, ಹಳೆ ಒಡಂಬಡಿಕೆ. ഒന്ന് ന്യൂ ടെസ്റ്റമെന്റ്. ಎರಡನೇದಾಗಿ ಹೊಸ ಒಡಂಬಡಿಕೆ. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഒന്ന് എടുത്തേ. ಆಗ ನಮ್ಮ ಕೈಯಲ್ಲಿರುವ ಸತ್ಯವೇದವನ್ನು ತೆಗೆದುಕೊಳ್ಳಿರಿ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകത്തിനകത്ത് രണ്ട് വിഭജനങ്ങളുണ്ട്. രണ്ട് വിഭജനങ്ങൾ. ಈ ಸತ್ಯವೇದವನ್ನು ಎರಡು ಭಾಗವಾಗಿ ವಿಂಗಡಿಸಲಾಗಿದೆ. ഈ രണ്ട് വിഭജനങ്ങളെ ഒന്ന് എടുത്തു ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ ಈ ಎರಡು ವಿಭಾಗಗಳನ್ನ ಒಟ್ಟಾಗಿ ಸೇರಿ ಕಲಿಯುವಾಗ പഴയ നിയമ പുസ്തകം ലോഗോസ് എന്നും എഴുതപ്പെട്ട പുസ്തകമെന്നും ಹಳೆಯ ಒಡಂಬಡಿಕೆಯನ್ನು ಲೋಗೋಸ್ ಅಥವಾ ಬರೆಯಲ್ಪಟ್ಟ ಪುಸ್ತಕವೆಂಬುದಾಗಿಯೂ പുതിയ നിയമ പുസ്തകത്തിന്റെ റൈമ എന്നും വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ಹೊಸ ಒಡಂಬಡಿಕೆಯನ್ನು ರೇಮಾ ಎಂಬುದಾಗಿ ಕರೆಯಲ್ಪಡುತ್ತದೆ. Praise the Lord. Praise the Lord. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിനകത്ത് വലിയൊരു അഭിഷേകത്തിന്റെ വ്യാപാരം വെളിപ്പെടാൻ ಕೆಲವು പോകുന്നത്. ವಿಚಾರಗಳನ್ನ ಮನವರಿಕೆ ಮಾಡಿದ ನಂತರ ಸೇವೆಯ ಮುಂದಿನ ಹಂತಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಬಯಸುತ್ತೇನೆ. പഴയ നിയമ പുസ്തകം ലോഗോസ്, പുതിയ നിയമ പുസ്തകം റൈമ. ಹಳೆ ಒಡಂಬಡಿಕೆ ಲೋಗೋಸ್ ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆ ರೇಮಾ ಎಂಬುದಾಗಿ ಕರೆಯಲ್ಪಡುತ್ತದೆ. നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിനകത്തളങ്ങളിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಪುಸ್ತಕಗಳ ಒಳಗಡೆ പഴയ നിയമ പുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത്? ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಎಷ್ಟು ಪುಸ್ತಕಗಳಿವೆ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ಬೇಗ ಹೇಳಿ ನೋಡೋಣ. 39. 39. പഴയ നിയമ പുസ്തകത്തിനകത്ത് 39 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ಹಳೆ പുസ്തകമാണ്. ಒಡಂಬಡಿಕೆಯಲ್ಲಿ 39 ಪುಸ್ತಕಗಳಿವೆ. പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ಹೊಸ ಒಡಂಬಡಿಕೆಗೆ ಬರುವಾಗ എത്രയാ? 27. ആമേൻ. 27. ഹല്ലേലൂയ. ആമേൻ. 27 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 27 ಪುಸ್ತಕಗಳು ಒಳಗೊಂಡಿವೆ. എന്നാൽ ശ്രദ്ധിക്കണമേ, ನನ್ನನ್ನು ಗಮನಿಸ್ರಿ. പഴയ നിയമ പുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ മാത്രം നമുക്ക് കാണുവാൻ കഴിയും 3 വിഭജനങ്ങൾ. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮಾತ್ರ 3 ವಿಭಾಗಗಳನ್ನು ನೋಡಕ್ಕೆ ಸಾಧ್ಯ. സ്തോത്രം. ಸ್ತೋತ್ರ. വിശ്വസിക്കുന്നുണ്ടോ? ನಂಬ್ತಿದ್ದೀರಾ? എങ്ങനെയാണ് നോക്കാം. ಹೇಗಿದೆ ಅಂತ ನೋಡೋಣ. പഴയ നിയമ പുസ്തകത്തിനകത്ത് 3 വിഭജനങ്ങളുണ്ട്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಅದನ್ನ 3 ಭಾಗವಾಗಿ ವಿಂಗಡಿಸಲಾಗಿದೆ. ഒന്നാമത്തെ വിഭജനം, ಮೊದಲನೇದಾಗಿ
ന്യായപ്രമാണത്തിന്റെ വക്താവായിരിക്കുന്ന മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, ಧರ್ಮಶಾಸ್ತ್ರವನ್ನ ಬರೆದಂತಹ ಗ್ರಂಥಕರ್ತನಾದ ಮೋಶೆಯ ಪಂಚಗ್ರಂಥಗಳು. പഞ്ചഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ಪಂಚಗ್ರಂಥಗಳು ಯಾವುದೆಲ್ಲ? ಆದಿಕಾಂಡ, ವಿಮೋಚನೆ ಕಾಂಡ, ಯಾಜಕಾಂಡ, ಅರಣ್ಯಕಾಂಡ, ಧರ್ಮೋಪದೇಶ ಕಾಂಡ. ആമേൻ. ಆಮೇನ್. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? ಅರ್ಥ ಆಗ್ತಿದೆಯಲ್ಲ ನಿಮಗೆ? ഒരു ವಿಷಯത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വരുന്നത്. ಆ ಮೇನ್ ವಿಚಾರಕ್ಕೆ ಬರೋದಕ್ಕೋಸ್ಕರ ಇದನ್ನೆಲ್ಲ ಹೇಳ್ತಿದ್ದೇನೆ. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ. സന്തോഷമുണ്ടല്ലോ? ಸಂತೋಷವಿದೆಯಲ್ಲ? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ തൊട്ടിട്ട് പറ, ಪಕ್ಕದಲ್ಲಿರುವರ್ತಕನ್ನ ಮುಟ್ಟಿ ಹೇಳಿ, സന്തോഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചേരം സഹിച്ചേക്ക്. ಸಂತೋಷ ಇಲ್ಲದಿದ್ರು ತೊಂದರೆ ಇಲ್ಲ, ಸ್ವಲ್ಪ ಹೊತ್ತು ತಾಳ್ಕೋ ಅಂತ ಹೇಳಿ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഒന്നാമത്തെ പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. ಮೊದಲನೆಯ ವಿಭಾಗ ಮೋಶೆಯ ಪಂಚಗ್ರಂಥಗಳು. രണ്ടാമത്തെ സ്ക്രിപ്ചർ ഓഫ് വേർഡ്ಸ್. ಎರಡನೇದಾಗಿ ಜ್ಞಾನದ ವಾಕ್ಯಗಳು, എഴുതപ്പെട്ട പുസ്തകങ്ങൾ ಅಥವಾ ಬರೆಯಲ್ಪಟ್ಟ ಪುಸ್ತಕಗಳು. മൂന്നാമത്തെ പുസ്തകം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ಮೂರನೇ ವಿಭಾಗವಾಗಿದೆ വലിയ പ്രവാചകന്മാരുടെയും ചെറിയ പ്രവാചകന്മാരുടെയും പ്രവചന പുസ്തകങ്ങൾ. ದೊಡ್ಡ ಪ್ರವಾದಿಗಳ ಹಾಗೂ ಸಣ್ಣ ಪ್ರವಾದಿಗಳ ಪ್ರವಾದನ ಪುಸ್ತಕಗಳು. ആമേൻ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വിഭജനങ്ങളാ. ಆಗ ಮೂರು ವಿಭಾಗಗಳಿವೆ. ഒന്ന് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, ಒಂದು ಮೋಶೆಯ ಪಂಚಗ್ರಂಥಗಳು, രണ്ടാമത്തെ പുസ്തകം എഴുതപ്പെട്ട പുസ്തകങ്ങൾ, ಎರಡನೇದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಂತಹ ಪುಸ್ತಕಗಳು, മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. ಮೂರನೆಯ ಪುಸ್ತಕವಾಗಿದೆ ಪ್ರವಾದಿಗಳ ಪುಸ್ತಕಗಳು. ഒന്ന് ആമേൻ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿರಿ ಜೋರಾಗಿ, സ്തോത്രം പറഞ്ഞേ. ಗಟ್ಟಿಯಾಗಿ ಸ್ತೋತ್ರ ಹೇಳಿರಿ. അങ്ങനെയാണെങ്കിൽ പ്രവചനത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ಆಗ ನೋಡಿ ಪ್ರವಾದನೆಯ ಉದ್ಭವವು ಎಲ್ಲಿ ಆಯಿತು ಅಂತ ನೋಡುವಾಗ, പഴയ നിയമ പുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും തുടങ്ങിയതാണ് പ്രൊഫറ്റിക്. ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಪುಸ್ತಕಗಳ ಒಳಗಡೆಯಿಂದ ಉದ್ಭವಿಸಿದಾಗಿದೆ ಪ್ರವಾದನೆ. ಹಲ್ಲೆಲೂಯ. ഒന്നും കൂടെ ഞാൻ ഇത് ചേർത്ത് പറയുകയാണെങ്കിൽ, ಇನ್ನೊಂದು ರೀತಿ ನಾನು ಹೇಳುವುದಾದ್ರೆ, പഴയ നിയമ പുസ്തകത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചതാണ് ഹാലലൂയ പുതിയ നിയമ പുസ്തകത്തിന്റെ നിവർത്തീകരണം. ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಪ್ರವಾದಿಗಳು ನುಡಿದದ್ದಾದಂತಹ ವಿಚಾರಗಳ ನೆರವೇರಿಕೆಯಾಗಿದೆ ಹೊಸ ಒಡಂಬಡಿಕೆ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಮಾಡಿ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ പുസ്തകത്തിലെ പഴയ നിയമ ഭക്തന്മാർ പ്രവചിച്ചതിന്റെ നിവർത്തീകരണം പൂർത്തീകരണമായി വെളിപ്പെട്ടത് പുതിയ നിയമ പുസ്തകത്തിൽ. ಆಗ ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಪ್ರವಾದಿಗಳು ನುಡಿದದ್ದು ಅದರ ನೆರವೇರಿಕೆಗೆ ಬಂದದ್ದಾಗಿದೆ ಹೊಸ ಒಡಂಬಡಿಕೆ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಮಾಡ್ರಿ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൂതിൽ ഞാൻ തുടങ്ങുകയാണ്. ಹಾಗಿರುವುದಾದ್ರೆ ಒಂದು ಆಲೋಚನೆಯನ್ನು ಹೇಳುವುದಕ್ಕೆ ಶುರು ಮಾಡುತ್ತೇನೆ. പഴയ നിയമ പുസ്തകത്തിലെ പഴയ നിയമ ഭക്തന്മാർ പ്രവചിച്ചത് പുതിയ നിയമ പുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ അത് പ്രവൃത്തിയായി വെളിപ്പെട്ടു എങ്കിൽ, ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಪ್ರವಾದಿಗಳು ನುಡಿದದ್ದು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನೆರವೇರಲ್ಪಟ್ಟಿರುವುದಾದ್ರೆ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ അത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ಈ ದಿನಮಾನಗಳಲ್ಲಿ ಪ್ರವಾದಿಸಲ್ಪಡತಕ್ಕಂತ ಪ್ರವಾದನೆಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನೆರವೇರುತ್ತದೆ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ಯೇಸುವಿಗೆ ಜೋರಾಗಿ ಆಮೇನ್ ಹೇಳಕ್ಕೆ നിന്റെ ಸಾಧ್ಯ. പ്രവചനത്തിന്റെ ശബ്ദം അത് ചരിത്രമാകാൻ പോകുകയാണ്. ಇಲ್ಲಿನ ಪ್ರವಾದನ ಶಬ್ದವು ಅದರ ನೆರವೇರಿಕೆಗೆ ಬರುತ್ತದೆ. നീ പ്രവചിക്കുന്നത് അത് ഹിസ്റ്ററി ആകാൻ പോകുകയാണ്. ನೀನು ಪ್ರವಾದಿಸುವಂತದ್ದು ಚರಿತ್ರೆಯಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ಯೇಸುವಿಗೆ ಆಮೇನ್ ಹೇಳಕ್ಕೆ ಸಾಧ್ಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ശ്രദ്ധിക്കണമേ. ಗಮನಿಸಿ, ഒന്ന് രണ്ട് പദം കൂടെ പറഞ്ഞു വേദപുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തി ಒಂದೆರಡು ಭಾಗಗಳನ್ನು ಕೂಡ ಹೇಳಿ ಸತ್ಯವೇದವನ್ನು ಒಂದ್ಸಲ ಪರಿಚಯಪಡಿಸಿ പ്രവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ಪ್ರವಾದನೆಗಳಿಗೆ ಹೋಗುವುದಕ್ಕೆ ಬಯಸ್ತೇನೆ. അപ്പൊ പഴയ നിയമ പുസ്തകത്തിൽ എത്ര വിഭജനമാണ്? ಆಗ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಎಷ್ಟು ಭಾಗಗಳಿತ್ತು? എത്ര? മൂന്ന്. ഭാഗം. ആമേൻ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. ಎಲ್ಲರಿಗೂ ಅರ್ಥ ಆಗ್ತಿದೆ ಅಂತ ನಂಬ್ತೇನೆ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ പഴയ നിയമ പുസ്തകത്തിനകത്ത് മൂന്ന് വിഭജനങ്ങളിൽ, ಆಗ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮೂರು ವಿಭಾಗಗಳು. ഞാൻ പറഞ്ഞു, ഒന്ന് പഞ്ചഗ്രന്ഥങ്ങൾ, ಮೊದಲನೇದಾಗಿ ಪಂಚಗ್ರಂಥಗಳು, രണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങൾ, ಎರಡು ಬರೆಯಲ್ಪಟ್ಟ ಪುಸ್ತಕಗಳು, മൂന്ന് പ്രവാചകന്മാരുടെ ಮೂರು പുസ്തകങ്ങൾ. ಪ್ರವಾದನ ಪುಸ್ತಕಗಳು. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമ പുസ്തകത്തിനകത്ത് പ്രത്യേകം ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. ಆದರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ವಿಶಿಷ್ಟವಾದ ಪುಸ್ತಕವು ಇಡಲ್ಪಟ್ಟಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ಗಮನಿಸಿದ್ದೀರಾ? ഹല്ലേലൂയ. വേദപുസ്തകം എഴുതപ്പെട്ടത് പദ്യം എന്ന തലത്തിൽ മാത്രമല്ല. ಸತ್ಯವೇದವು ಬರೆಯಲ್ಪಟ್ಟದ್ದು ಕೇವಲ ಒಂದು ಪದ್ಯದ ರೂಪದಲ್ಲಿ ಮಾತ್ರವಲ್ಲ.
സ്വതന്ത്രം പറഞ്ഞേ. Hallelujah. ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തകത്തിന്റെ നടുവിൽ സ്ഥാപിതമായിരിക്കുന്ന സങ്കീർത്തനങ്ങളുടെ പുസ്തകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഭക്തന്മാർ ദൈവത്തിന് വേണ്ടി അത് പാടുവാനിടയായി തീർന്നു. ಆಗ ಅಲ್ಲಿನ ಒಂದು ಪುಸ್ತಕವಾಗಿದೆ ಕೀರ್ತನೆಗಳು ಎಂಬ ಪುಸ್ತಕ. ಆ ಪುಸ್ತಕದಲ್ಲಿ ದೇವರು ಮಾಡಿದಂತ ಉಪಕಾರಗಳನ್ನ ನೆನೆಸಿ ಭಕ್ತರು ಆತನಿಗೆ ಕೃತಜ್ಞತೆಯನ್ನ ಹಾಡಿನ ರೂಪದಲ್ಲಿ ಸಲ್ಲಿಸಿದ್ದಾಗಿದೆ. Praise the Lord. Hallelujah. Hallelujah. Amen. നമുക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്തിലുണ്ട്. ನಮಗೆ ಗೊತ್ತಿದೆ ಅನುಗ್ರಹಿಸಲ್ಪಟ್ಟಂತಹ ಕೀರ್ತನ ಭಾಗಗಳಿರುವ ಪುಸ್ತಕ ನಮ್ಮ ಕೈಲಿದೆ. Praise the Lord. Hallelujah. അതിലെ നമുക്കറിയാം ഒന്ന് ദാവീദ്, ಮೊದಲನೇದಾಗಿ ದಾವೀದನು ಅನೇಕ ಕೀರ್ತನೆಗಳನ್ನು ಬರೀತಾನೆ. ಆಸಾಫ್, ಎರಡನೇದಾಗಿ ಆಸಾಫನು ಬರೀತಾನೆ. ಕೋರಹ ಪುತ್ರന്മാർ, ಕೋರಹಿಯ ಪುತ್ರರು ಬರೀತಾರೆ. ಮೋಶೆ ಬರೀತಾನೆ. നിരവധി ഭക്തന്മാർ ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവാണ്. ಇನ್ನಿತರೆ ಭಕ್ತರುಗಳು ಆ ಕೀರ್ತನೆಗಳನ್ನು ಬರೆದವರಾಗಿದ್ದಾರೆ. അതിൽ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള പദങ്ങളാണ് ഹല്ലേലൂയ ഈ ഭക്തന്മാരൊക്കെയും എഴുതുവാൻ രചിക്കുവാൻ ഇടയായി തീർന്നത്. ಅದರಲ್ಲಿ ಬಹಳ ಮನೋಹರವಾದ ಪದ ಪ್ರಯೋಗಗಳನ್ನು ಉಪಯೋಗಿಸಿ ಕೀರ್ತನೆಗಳು ಬರೆಯಲ್ಪಟ್ಟಿತ್ತು. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ കാണാപ്പാടം പഠിച്ച് പാടുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ಎಲ್ಲ ಸಂಡೇ ಸ್ಕೂಲ್ ಮಕ್ಕಳು ನೋಡದಾಗಿ ಬಾಯ್ಪಾಠ ಮಾಡಿ ಕಲಿಯತಕ್ಕಂತ ಒಂದು ಕೀರ್ತನೆ ಇದೆ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ಇಲ್ಲಿರತಕ್ಕಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಬಾಯ್ಪಾಠ ಗೊತ್ತಿರತಕ್ಕಂತ ಒಂದು ಕೀರ್ತನೆ ಇದೆ. അല്ലെങ്കിൽ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ആ സങ്കീർത്തനം എത്രയാണെന്ന് ഓർമ്മ വന്നു. ಇದು ಹೇಳುತ್ತಿರುವಾಗಲೇ ಅದು ಯಾವ ಕೀರ್ತನೆ ಅಂತ ನಿಮ್ಮ ಮನಸ್ಸಿಗೆ ಬಂದಿರ್ತದೆ. ആർക്കെങ്കിലും ഒരാൾക്ക് കരമുയർത്തി ഒന്ന് പറയാമോ? ಯಾರಿಗಾದ್ರೂ ಒಬ್ಬರಿಗೆ ಅದನ್ನ ಹೇಳಬಹುದು. ಕರಗಳನ್ನ ಮೇಲಕ್ಕೆ ಎತ್ತಿ എന്ന് പറയാമോ? പറഞ്ഞേ. ಹೇಳಿ. 23. ഒന്ന് ഓരോ ബ്രദർ ഒന്ന് ചാടി പറഞ്ഞേ. ಗಟ್ಟಿಯಾಗಿ ಹೇಳಿರಿ. 23. ആമേൻ. നെക്സ്റ്റ് 91. ആമേൻ. നെക്സ്റ്റ് അപ്പൊ 23. അപ്പൊ 23 എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 23 ಅಂತ ಎಷ್ಟು ಜನ ನಂಬ್ತೀರಿ? 91 എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 91 ಅಂತ ಎಷ್ಟು ಜನ ನಂಬ್ತಾ ಇದ್ದೀರಿ? ഞാൻ ചോദിക്കാൻ പോവാണ്. 23 എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയേ. 23 ಅಂತ ನಂಬುವವರು ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿ. 1 2 3 4 5 6 7 8 9. ഇനി 21 എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയേ. 21 91. 91. 91 ಅಂತ ಹೇಳತಕ್ಕಂಥವ್ರ ಕೈ ಎತ್ತಿ. 91. 1 2 3. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് സങ്കീർത്തനവും ഏറ്റവും അതിമനോഹരമായിട്ടുള്ള സങ്കീർത്തനങ്ങൾ. ಆಗ ಈ ಎರಡು കീರ್ತನೆಗಳು ಬಹಳ ಮನೋಹರವಾದ ಕೀರ್ತನೆಗಳು. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഒരു ചിന്ത വന്നെന്ന് എനിക്കറിയാം. ಈಗ ನಿಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಏನ್ ಬಂದಿದೆ ಅಂತ ನನಗೆ ಗೊತ್ತಿದೆ. പാസ്റ്റ് ഉദ്ദേശിച്ച സങ്കീർത്തനം ഏതായിരിക്കും? ಈ ಪಾಸ್ಟ್ರು ಅಂದುಕೊಂಡಂತ ಕೀರ್ತನೆ ಯಾವುದಾಗಿರಬಹುದು? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഞാൻ ഉദ്ദേശിച്ച സങ്കീർത്തനം, ನಾನು ಅಂದುಕೊಂಡಂತಹ ಕೀರ್ತನೆ ഹല്ലേലൂയ 23. ಅದು 23 ಆಗಿತ್ತು. കരുണാടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ಕರಗಳನ್ನ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. Praise the Lord. ಹಾಲೆಲೂಯಾ. ഞാൻ ചോദിക്കട്ടെ, ನಾನು ಕೇಳ್ತೇನೆ, ഞാൻ ഈ 23 എന്നുള്ള സങ്കീർത്തനം ചിന്തിച്ചപ്പോൾ തന്നെ ನಾನು ಈ 23ನೇ ಕೀರ್ತನೆಯನ್ನ ಚಿಂತಿಸಿದಾಗಲೇ ഹല്ലേലൂയ അതെങ്ങനെ ആ ബ്രദർ ക്ലിക്ക് ചെയ്തു? ಆ ಸಹೋದರನಿಗೆ ಗೊತ್ತಾಗಿದ್ದು ಹೇಗೆ? അതെങ്ങനെ ക്ലിക്ക് ചെയ്തു? ಮನಸ್ಸಲ್ಲಿ ನಾನು ಅಂದುಕೊಂಡ ತಕ್ಷಣ ಆ ಸಹೋದರನಿಗೆ ಅದು ಹೆಂಗ್ ಗೊತ್ತಾಯ್ತು? നിങ്ങളൊന്ന് പറഞ്ഞേ. ಹೇಳ್ಬೋದಾ ನಿಮಗೆ? ക്ലിക്ക് ചെയ്തു. ഇതാണ് ಅದಾಗಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. കണക്റ്റിംഗ് ദ ഗോഡ്. ದೇವರೊಂದಿಗೆ ಕನೆಕ್ಟ್ ಆಗುವಂಥದ್ದು. ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടണം. ದೇವರು ಹೇಳಲಿಕ್ಕೆ ಬಯಸುವಂಥದ್ದು ನನ್ನ ಹೃದಯದಲ್ಲಿ ಪ್ರಕಟವಾಗಬೇಕು. കാരണം ഞാനൊരു സാധാ മനുഷ്യനാണ്. ಕಾರಣ ನಾನೊಬ್ಬ ಸಾಧಾರಣ ವ್ಯಕ್ತಿ. ഞാൻ ചിന്തിച്ച കാര്യം നിങ്ങൾ ചിന്തിച്ചു എങ്കിൽ, ನಾನು ಯೋಚಿಸಿದ ವಿಚಾರ ನೀವು ಯೋಚಿಸಿರುವುದಾದ್ರೆ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വിൽ പവർ എന്ന് ചിന്തിച്ചു നോക്കേ. ನಿಮಗೆ ದೇವರು ಕೊಟ್ಟಿರತಕ್ಕಂತ ಆ ವಿಲ್ ಪವರ್ ಅನ್ನ ನೆನೆಸಿಕೊಳ್ಳಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഇതിനെ സ്റ്റഡി ചെയ്ത് ഇതിനെ കറക്റ്റ് ലെവലിൽ ഫോക്കസ് ചെയ്ത് ഈ റേഡിയോ കണ്ടിട്ടുണ്ടോ? ರೇಡಿಯೋ ನೋಡಿದ್ದೀರಾ? റേഡിയോ അറിയാമോ? ഹല്ലേലൂയ. ഇതിനെ ട്യൂൺ ചെയ്താൽ മാത്രമേ അതിന്റെ ಲೆವೆಲ್ ಕರೆಕ್ಟ್ കിട്ടത്തുള്ളൂ. ಅದನ್ನ ಸರಿಯಾಗಿ ಟ್ಯೂನ್ ಮಾಡಿದ್ರೆ ಮಾತ್ರ ಅದು ಸರಿಯಾಗಿ ನಮಗೆ ಕೇಳಿಸುವಂಥದ್ದು. ಇಲ್ದಿದ್ರೆ ಈ ಶಬ್ದ ಬರ್ತದೆ. ഈ ശബ്ദം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അപ്പം അതിനെ കറക്റ്റ് ലെവലിൽ കൊണ്ടുവരുമ്പോൾ ಆಗ ಸರಿಯಾದ ಆ ಲೆವೆಲ್ಗೆ ಬರುವಾಗ ഹല്ലേലൂയ, അപ്പോഴാണ് ഏത് നമ്മൾ കറക്റ്റ് കണക്ട് ചെയ്യുന്നതോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ശബ്ദം കിട്ടുന്നത് അതിൽ നിന്നും. ಆಗ ನಾವು ಯಾವುದನ್ನ ಹುಡುಕ್ತೀವೋ ಆ ಸ್ಥಳಕ್ಕೆ ಅದು ಬರುವಾಗ ನಮಗದು ಸರಿಯಾಗಿ ಕೇಳಿಸುತ್ತೆ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ಈ ದಿವಸಗಳಲ್ಲಿ ನೀವು ಮಾಡಬೇಕಾದದ್ದು നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് ട്യൂൺ ചെയ്യണം. ನಿಮ್ಮ ಗುಣಲಕ್ಷಣಗಳನ್ನು ಒಂದ್ಸಲ ಟ್ಯೂನ್ ಮಾಡಬೇಕು. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ಯಾತಕ್ಕಾಗಿ ಗೊತ್ತೇ? ദൈവത്തിന്റെ ശബ്ദം ದೇವರ ಶಬ್ದವನ್ನ ಕೇಳುವುದಕ್ಕಾಗಿ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ದೇವರ ಶಬ್ದವನ್ನ ಕೇಳುವುದಕ್ಕಾಗಿ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ದೇವರ ಶಬ್ದವನ್ನ ಆಲಿಸುವುದಕ್ಕಾಗಿ. ആമേൻ പറഞ്ഞേ. ಆಮೆನ್ ಹೇಳಿ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ. 24 hours ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. 24 ಗಂಟೆ ದೇವರ ಆತ್ಮ ನಮ್ಮ ಸಂಗಡ ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് എന്താണ്? ಆದ್ರೆ ಏನಾಗ್ತಿದೆ? നമ്മൾ കറക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്യുന്നില്ല. ನಾವು ಅದನ್ನ ಟ್ಯೂನ್ ಮಾಡ್ತಾ ಇಲ್ಲ. നമ്മുടെ ചെവിക്കകത്ത് ഈ ശബ്ദം മാത്രമേ ഉള്ളൂ. ನಮಗೆ ಕೇವಲ ಈ ಶಬ್ದ ಮಾತ್ರ ಕೇಳಿಸ್ತಾ ಇದೆ. എന്നാൽ ഈ ദിവസങ്ങളിൽ നീ നിന്റെ ആറ്റിറ്റ്യൂഡിനെ കറക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദം നിന്റെ ഹൃദയത്തിനകത്ത് പകരാൻ വേണ്ടി പോകുക. ಆದರೆ ನಿನ್ನ ಜೀವಿತವನ್ನ ನೀನು ಸರಿಯಾಗಿ ಟ್ಯೂನ್ ಮಾಡುವುದಾದ್ರೆ ವ್ಯಕ್ತವಾಗಿಯೂ ಸ್ಪಷ್ಟವಾಗಿಯೂ ದೇವರ ಶಬ್ದವನ್ನು ಆಲಿಸಬಹುದಾಗಿದೆ. പ്രവചനത്തിന്റെ ശബ്ദം എവിടെ നിന്ന് തുടങ്ങിയതെന്ന് അറിയാമോ? ಪ್ರವಾದನೆಯ ಶಬ್ದವು ಎಲ್ಲಿಂದ ಶುರುವಾಯಿತು ಗೊತ್ತೇ? എവിടെ നിന്നറിയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ಎಲ್ಲಿಂದ ಶುರುವಾಗಿದ್ದು? ശബ്ദം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? ಪ್ರವಾದನ ಶಬ್ದ ಎಲ್ಲಿಂದ ಶುರುವಾಯಿತು? വേദി പറഞ്ഞേ, ಬೇಗ ಹೇಳಿ. അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയേ. ಗೊತ್ತಿರೋರು ಕೈಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿ. അറിയത്തില്ല, അറിയാം. എവിടെ നിന്നാണ്? നാലാം അധ്യായം. ആരാ പ്രവചിച്ചത്? ಯಾರು ಪ್ರವಾದಿಸಿದ್ದು? കറക്റ്റ്. ആമേൻ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണക്റ്റിംഗ്. സ്തോത്രം. ആദ്യമായിട്ട് ഇവിടെ പ്രവചന ശബ്ദം വെളിപ്പെട്ട് വന്നത് ഏദൻ പൂങ്കാവനത്തിന്റെ അകത്തളങ്ങളില്ല. ಮೊದಲನೆಯ ಬಾರಿಗೆ ಪ್ರವಾದನ ಶಬ್ದವು ಕೇಳಿಸಲ್ಪಟ್ಟಿದ್ದು ಏದೆನ್ ತೋಟದಲ್ಲಿ. അതിന്റെ ഹല്ലേലൂയ പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ಅದರ ಪ್ರೊಡ್ಯೂಸರ್ ಯಾರಾಗಿದ್ರು ಅಂತ ಕೇಳಿದ್ರೆ ദൈവം തന്നെയാണ് ആദ്യമ മനുഷ്യരായിരിക്കുന്ന ആദാമിനോടും ഹവ്വയോടും പിന്നെ പിശാചിനോടും പ്രവചിച്ചത്. ಸ್ವತಃ ದೇವರೇ ಆಗಿದ್ದಾನೆ. ಆದಾಮನೊಂದಿಗೂ ಹವ್ವಳೊಂದಿಗೂ ನಂತರ ಸೈತಾನನಿಗೂ ಪ್ರವಾದಿಸಿದ್ದು. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഒന്ന് ആമേൻ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿ. അപ്പോൾ പ്രവചന ശബ്ദം എവിടെ നിന്നാണ് തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് പറയും? ಆಗ ಪ್ರವಾದನ ಶಬ್ದವು ಮೊದಲು ಎಲ್ಲಿ ಪ್ರಾರಂಭವಾಯಿತು ಅಂತ ಕೇಳಿದ್ರೆ ಏನು ಹೇಳ್ತೀರಿ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യമായിട്ട് യഹോവയായ ദൈവമാണ് ആദ്യമ പിതാവായിരിക്കുന്ന ആദാമിനോടും ഹവ്വയോടും പ്രവചിച്ചത്. ಮೊದಲನೇದಾಗಿ ದೇವರೇ ಸ್ವತಃ ತಾನು ಆದಾಮನೊಂದಿಗೂ ಹವ್ವಳೊಂದಿಗೂ ಪ್ರವಾದಿಸಿದ್ದು. ഇനി പ്രവചനത്തിന്റെ മറ്റൊരു പദം, ಇನ್ನು ಪ್ರವಾದನೆಯ ಇನ್ನೊಂದು ಭಾಗ, വാട്ട് ഈസ് ദ മീനിങ് ഇൻ പ്രൊഫറ്റിക്? ಈ ಆಮೇಲೆ ಪ್ರವಾದನೆಯ ಅರ್ಥಗಳೇನು? എന്താണ് പ്രവചനം? ಏನಾಗಿದೆ ಪ್ರವಾದನೆ? എന്താണ് പ്രവചനം എന്ന് പറയാമോ? ಹೇಳಬಹುದಾ? ಪ್ರವಾದನೆ ಅಂದರೆ ಏನು? പ്രവചനം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രവചനം? ಪ್ರವಾದನೆ ಎಂಬ ಪದದ ಅರ್ಥ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റത്തുള്ളൂ. ಇದು ನಿಮಗೆ ಗೊತ್ತಾದ್ರೆ ಮಾತ್ರ ನನಗೆ ಪ್ರವಾದಿಸ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കണം. ದೇವರ ಶಬ್ದವನ್ನ ಮಾತುಗಳನ್ನ ಆಲಿಸುವಂಥದ್ದು. ഹല്ലേലൂയ. എപ്പോഴാണോ ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ കേൾക്കുന്നത്, ಯಾವಾಗ ನಾನು ದೇವರ ಶಬ್ದವನ್ನ ಆಲಿಸುವಂಥದ್ದು, ഹല്ലേലൂയ, ആ നിമിഷം കേട്ടതിനെ, ಆ ಕೇಳಿದ ತಕ್ಷಣವೇ നമുക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ನಮಗೆ ಅದಕ್ಕಿರತಕ್ಕಂಥ ಒಂದು ಉದಾಹರಣೆ ಆಗಿದೆ. ഏദൻ തോട്ടത്തിനകത്ത് ഒരാൾ മുഖാന്തരം, ഹല്ലേലൂയ, ഏദൻ പൂങ്കാവനം നമുക്ക് നഷ്ടപ്പെട്ടു. ಏದೆನ್ ತೋಟವು കാരണം ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಪಾಪದ ನಿಮಿತ್ತ ನಮಗೆ ನಷ್ಟವಾಯಿತು. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിലുള്ള പിന്നേറ്റുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ, ಆದರೆ ನಂತರದ ಒಂದು ಪರಿಸ್ಥಿತಿಯನ್ನು ನೋಡುವುದಾದ್ರೆ നിരന്തരമായിട്ടുള്ള പാപത്തിന്റെ പരിവർത്തനവും തുടങ്ങി. ಪಾಪವು ಬಹಳವಾಗಿ ಹೆಚ್ಚುತ್ತಾ ಬಂತು. എന്നാൽ പഴയ നിയമ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ, ಆದರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯನ್ನು ಕೊನೆಗೊಳಿಸುವಾಗ ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഏകദേശം 400 വർഷം വരെയും ಸುಮಾರು 400 ವರ್ಷಗಳವರೆಗೆ ദൈവം ഭൂമിയിലുള്ള ഒരു മനുഷ്യരോടും സംസാരിച്ചിട്ടില്ല. ದೇವರು ಯಾವ ಮನುಷ್ಯರ ಸಂಗಡಲೂ ಮಾತನಾಡಲಿಲ್ಲ. എത്ര വർഷമാ? ಎಷ್ಟು ವರ್ಷ?
എത്ര? ಎಷ್ಟು? 400. ಸುಮಾರು 400 ವರ್ಷಗಳು. 400 വർഷം വരെയും 400 ವರ್ಷಗಳವರೆಗೆ ദൈവ മനുഷ്യരോട് സംസാരിച്ചില്ല. ದೇವರು ಮನುಷ್ಯರ ಸಂಗಡ ಮಾತನಾಡಲಿಲ್ಲ. കാരണം എന്താണ്? ಕಾರಣವೇನು? സിൻ, ಪಾಪ. ഹല്ലേലൂയ, പാപം, ಪಾಪವು. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. എന്നാൽ ഏദൻ പൂങ്കാവൻ നഷ്ടപ്പെട്ടത് ಆದರೆ ಏದೆನ್ ತೋಟದಲ್ಲಿ ನಷ್ಟವಾದದ್ದು ഒരു സ്ത്രീ മുഖാന്തരമാണ്. ಒಬ್ಬ ಸ್ತ್ರೀಯ ಮುಖಾಂತರ. എന്നാൽ പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ಹೊಸ ಒಡಂಬಡಿಕೆಗೆ ಬರುವಾಗ 400 വർഷം കഴിഞ്ഞിട്ട് 400 ವರ್ಷಗಳ ನಂತರ ദൂതൻ മുഖാന്തരം ಒಬ್ಬ ದೂತನ ಮುಖಾಂತರ ഒരു സ്ത്രീയോട് ಒಬ್ಬ ಸ್ತ್ರೀಯೊಂದಿಗೆ ദൈവാത്മാവ് സംസാരിക്കുക. ದೇವರು ಮಾತನಾಡಿದರು. സ്തോത്രം. ಸ್ತೋತ್ರ. വരുവാനിരിക്കുന്ന രക്ഷ, ಬರ್ಲಿಕ್ಕಿರುವ ರಕ್ಷಣೆ. ഹല്ലേലൂയ. നമ്മുടെ വിഷയം അതല്ല, ನಮ್ಮ ವಿಷಯ ಅದಲ್ಲ. ഇത് ഞാനൊരു ഫൗണ്ടേഷൻ ഇട്ട് വരികയാണ്. ನಾನೊಂದು ಅಸ್ಥಿವಾರವನ್ನು ಹಾಕ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ഈ ഫൗണ്ടേഷൻ ഇട്ട് ഉറപ്പിച്ച് വന്നു കഴിഞ്ഞാൽ, ಈ ಅಸ್ಥಿವಾರವನ್ನು ಹಾಕಿ ಸ್ಥಿರಪಡಿಸಿ ಬರುವಾಗ, ഹല്ലേലൂയ, പിന്നെ നിങ്ങൾ എല്ലാരും ഹല്ലേലൂയ നിങ്ങളെ പിടിച്ചു കുലുക്കുവാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ನಂತರ ನಿಮ್ಮನ್ನು ಅಲುಗಾಡಿಸಲು ಯಾವ ಶಕ್ತಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. വിശ്വസിക്കുന്നുണ്ടോ? ನಂಬ್ತಿದ್ದೀರಾ? വിശ്വസിക്കുന്നുണ്ടോ? ನಂಬುತ್ತಿದ್ದೀರಾ? അപ്പൊ നിങ്ങൾ കുറച്ച് ഇനി ത്രില്ലാട്ട് വരണം. ಇನ್ನು ಸ್ವಲ್ಪ ಹುಷಾರಾಗಿ ಬರ್ಬೇಕು ನೀವು. ഇനി ബൈബിൾ വേദ ഭാഗത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുകയാണ്. ശ്രദ്ധിക്കണം. ಸತ್ಯವೇದದ ಭಾಗಗಳನ್ನು ಚಿಂತಿಸಲಿಕ್ಕಿದ್ದೇವೆ. സന്തോഷമുണ്ടോ? ಸಂತೋಷವಿದೆಯಾ? അപ്പൊ നിങ്ങളുടെ സ്തോത്രവും പ്രാർത്ഥനയാണ് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ನೀವು ಪ್ರಾರ್ಥನೆಯಿಂದಲೂ ಆಸಕ್ತಿಯಿಂದಲೂ ಕೂತಿರುವುದಾದ್ರೆ ಮಾತ್ರ ಇಲ್ಲಿ ಸೇವಕರುಗಳನ್ನು ದೇವರಿಗೆ ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ. സ്തോത്രം. എത്ര പേർ പ്രാർത്ഥിക്കും? ಎಷ್ಟು ಜನ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಿ? ശ്രദ്ധിക്കണമേ. ಗಮನಿಸಬೇಕು. നമ്മുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ്. ನಮ್ಮ ಮೇನ್ ವಿಚಾರಗಳಿಗೆ ಪ್ರವೇಶಿಸಲಿಕ್ಕಿದ್ದೇವೆ. ಅಲ್ಲಿ ഞാൻ നേരത്തെ പറഞ്ഞു, വേദപുസ്തകത്തിന്റെ പഴയ നിയമ പുസ്തകത്തിൽ 3 വിഭജനങ്ങൾ. ಆಗ ಸತ್ಯವೇದದ ಪ್ರಾರಂಭದ ಭಾಗಕ್ಕೆ 3 ಭಾಗಗಳಿವೆ. ഒന്ന് പഞ്ചഗ്രന്ഥം, ಮೊದಲನೇದಾಗಿ ಪಂಚಗ್ರಂಥ. 2 ಎഴുതപ്പെട്ട പുസ്തകം, ಎರಡನೇದಾಗಿ ಬರೆಯಲ್ಪಟ್ಟ 3 ಪುಸ್ತಕ, പ്രവാചകന്മാരുടെ പുസ്തകം. 3 ಪ್ರವಾದಿಗಳ ಪುಸ್ತಕ. ഇതൊക്കെയും പറഞ്ഞ് പര്യവസാനിപ്പിക്കുമ്പോൾ ಇದೆಲ್ಲವೂ ಹೇಳಿ ಮುಗಿಸುವಾಗ പുതിയ നിയമ പുസ്തകത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ಹೊಸ ಒಡಂಬಡಿಕೆಯು ಪ್ರಾರಂಭವಾಗುತ್ತಿದೆ. പുതിയ നിയമ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ, ಹೊಸ ಒಡಂಬಡಿಕೆಯ ಪ್ರತ್ಯೇಕತೆಗಳು. ഇതിൽ 27 പുസ്തകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ಇದರಲ್ಲಿ 27 ಪುಸ್ತಕಗಳು ಒಳಗೊಂಡಿವೆ. അതിൽ 4 സുവിശേഷങ്ങൾ, ಅದರಲ್ಲಿ 4 ಸುವಾರ್ತೆಗಳು, അതിൽ ഹല്ലേലൂയ 21 ലേഖനങ്ങൾ, ಅದರಲ್ಲಿ 21 ಪತ್ರಿಕೆಗಳು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഇനി 2 പുസ്തകങ്ങളും കൂടെ ഉണ്ട്. ಇನ್ನು 2 ಪುಸ್ತಕಗಳಿವೆ. ഏതൊക്കെ? ಒಂದು പറഞ്ഞേ. ഒന്ന് റെവലേഷൻ, സെക്കൻഡ് ಒಂದು ಪ್ರಕಟಣೆ, ಇನ್ನೊಂದು ആക്ട്സ്. ആമേൻ പറഞ്ഞേ. ಹಲ್ಲೆಲೂಯ, ಚರಿತ್ರೆಯ ಪುಸ್ತಕ. അപ്പൊ ഇന്ന് ഞാൻ ഹല്ലേലൂയ നിങ്ങളോട് സംസാരിക്കാനാകുന്ന 2 വിഷയമാണ്. ഒന്ന്, ഇതിൽ നിന്നും ഉൾപ്പെടാത്ത ഒന്ന് പ്രവർത്തികളുടെ പുസ്തകവും, ಈಗ ಇದು ಯಾವುದರಲ್ಲೂ ಸೇರದೇ ಇರತಕ್ಕಂತಹ ಮೊದಲನೇ ಪುಸ್ತಕ ಚರಿತ್ರೆಯ ಪುಸ್ತಕ. 2 വെളിപ്പാട് പുസ്തകവും. 2 ಪ್ರಕಟಣೆಯ ಪುಸ್ತಕ. ശ്രദ്ധിക്കണം. ಗಮನಿಸಿ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിക്കഴിഞ്ഞാൽ, ಆದಿಕಾಂಡದಿಂದ ಪ್ರಕಟಣೆಯವರೆಗೂ ನೋಡುವುದಾದ್ರೆ, പഞ്ചഗ്രന്ഥങ്ങളൊക്കെയും എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരട്ട് തീർത്തു. ಪಂಚಗ್ರಂಥಗಳೆಲ್ಲ ಬರೆದು ಮುಗಿಸಿ ಗೆರೆ ಹಾಕ್ಬಿಟ್ರು. എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരട്ട് തീർത്തു. ಬರೆಯಲ್ಪಟ್ಟ ಪುಸ್ತಕಗಳು ಕೂಡ ಮುಗಿಯಿತು, ಒಂದು ಗೆರೆ ಹಾಕಿದ್ರು. പ്രവചന പുസ്തകങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരട്ട് തീർത്തു. ಪ್ರವಾದನ ಪುಸ್ತಕಗಳು ಕೂಡ ಬರೆಯಲ್ಪಟ್ಟಿತ್ತು, ಮುಗಿಯಿತು, ಆಮೇಲೆ ಮುಕ್ತಾಯವಾಯಿತು. പ്രവാചകന്മാർ പ്രവചിച്ചതിന്റെ ശബ്ദമായിട്ട് സുവിശേഷ പുസ്തകങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ പുനരുത്ഥാനം വരെയും കുറിച്ച് നമുക്ക് അതിൽ കാണുവാൻ കഴിയും. ಪ್ರವಾದಿಗಳು ನುಡಿದದ್ದು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಜನನದಿಂದ ಹಿಡಿದು ಮರಣದವರೆಗೂ ಇರತಕ್ಕಂತ ವಿಚಾರಗಳು ಮೊದಲೇ ನುಡಿಯಲ್ಪಟ್ಟಿತ್ತು. അത് 4 സുവിശേഷ പുസ്തകങ്ങളും അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് തീർത്തു. ಹೀಗೆ ಆ ಸುವಾರ್ತೆಗಳು ಕೂಡ ಮುಗಿಯಿತು ಅಥವಾ ಮುಕ್ತಾಯವಾಯಿತು. 21 ലേഖനങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് തീർത്തു. ಆಮೇಲೆ 21 ಪತ್ರಿಕೆಗಳು ಕೂಡ ಆಮೇಲೆ ಫುಲ್ ಸ್ಟಾಪ್ ಹಾಕಿ ಆಯಿತು, ಮುಕ್ತಾಯವಾಯಿತು. ദൈവം കാണിച്ച വെളിപ്പാടും ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് തീർത്തപ്പോൾ, ಮತ್ತೆ ಅದರ ನಂತರ ಪ್ರಕಟಣೆಯು ಕೂಡ ಬರೆಯಲ್ಪಟ್ಟಿತ್ತು, ಮುಕ್ತಾಯಗೊಂಡಿತ್ತು. ഒരു പുസ്തകം മാത്രം ഫുൾ സ്റ്റോപ്പും ഇല്ല, അടിവരയിട്ടും തീർത്തിട്ടില്ല. ಆದರೆ ಒಂದು ಪುಸ್ತಕಕ್ಕೆ ಮಾತ್ರ ಫುಲ್ ಸ್ಟಾಪ್ ಇಲ್ಲ, ಅಲ್ಲಿ ಮುಕ್ತಾಯಗೊಳ್ಳಲೂ ಇಲ್ಲ. ആ പുസ്തകത്തിനാണ് വേദപുസ്തകം പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. ಆ ಪುಸ್ತಕಗಳ ಹೆಸರಾಗಿದೆ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳ ಪುಸ್ತಕ. ആ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എന്തുകൊണ്ട് അടിവരയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല? ಆ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು ಯಾತಕ್ಕೆ ಮುಗಿಸಲಿಲ್ಲ? ഹല്ലേലൂയ. നാമേ പറഞ്ഞേ.
ಆಮೇನ್ ಹೇಳಿ. എന്തുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം മാത്രം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിടാത്തത്? ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಿಗೆ ಮಾತ್ರ ಯಾಕೆ ಫುಲ್ ಸ್ಟಾಪ್ ಹಾಕಿ ಮುಕ್ತಾಯಗೊಳಿಸಲಿಲ್ಲ? ആമേൻ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿ. കാരണം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. ಕಾರಣ ಅಪೊಸ್ತಲರುಗಳ ಕ್ರಿಯೆಗಳು ಕೃತ್ಯಗಳು ಮುಗಿದು ಹೋಗಲಿಲ್ಲ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഈശ്വരപുരത്ത് അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ಇಂದು ಹಗಲ ವೇಳೆ ಈ ಸಭೆಯೊಳಗಡೆ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು ಕಾರ್ಯಗಳು ಆರಂಭವಾಗುತ್ತಿದೆ. വിശ്വാസികളുടെ ആമേൻ പറഞ്ഞേ. ನಂಬತಕ್ಕಂತವರು ಆಮೇನ್ രണ്ട് ಹೇಳಿರಿ. കരങ്ങളെ ചേർത്ത് അടിച്ച് ആമേൻ പറഞ്ഞേ. ಕರಗಳನ್ನ ತಟ್ಟಿ ಆತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. അമേരിക ശന്തരാന ബൗഡരികർത്തനാര. ഇനി എന്റെ ചോദ്യം ഇങ്ങനെയാണ്. ಇನ್ನು ನನ್ನ ಪ್ರಶ್ನೆ ಈ ರೀತಿಯಾಗಿದೆ. അപ്പോസ്തല പ്രവർത്തികൾക്ക് വേണ്ടി എത്ര പേർ പകൽക്കാലം തയ്യാറാണ്? ಎಷ್ಟು ಜನ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಿಗಾಗಿ ಇವತ್ತು ಸಿದ್ಧರಾಗ್ತಾ ಇದ್ದೀರಿ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഈ 21ാമത്തെ നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുന്നത് നിന്റെ പേരിലായിരിക്കും. ಆಮೇನ್. ಈ 21ನೇ ಶತಮಾನದಲ್ಲಿ ಅಪೊಸ್ತಲರ ಕಾರ್ಯಗಳು ನಿನ್ನ ಮುಖಾಂತರ ಶುರುವಾಗುತ್ತದೆ. ഹല്ലേലൂയ. നീ ചെയ്യുന്ന പ്രവൃത്തി ദേശം കാണാൻ പോകുകയാണ്. ನೀನು ಮಾಡತಕ್ಕಂತ ಕೃತ್ಯಗಳು ಆಮೇನ್ ಲೋಕದವರು ನೋಡುತ್ತಾರೆ. ദൈവം നിന്നെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പട്ടണം അറിയാൻ പോകുകയാണ്. ದೇವರು ನಿನ್ನ ಮುಖಾಂತರ ಮಾಡತಕ್ಕಂತ ಕಾರ್ಯಗಳು ಜನರೆಲ್ಲರೂ ನೋಡುತ್ತಾರೆ. ഹല്ലേലൂയ. 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 ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ട അഭിഷേകം നിന്റെ മേൽ എപ്പോഴാണോ വെളിപ്പെടുന്നത്? ಈ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಲ್ಲಿ ಪ್ರಕಟವಾದಂತ ದೇವರ ಶಕ್ತಿ ಯಾವಾಗ ನಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ, ഒരിക്കലും നിന്നെ ഒതുക്കി കൂട്ടത്തില്ല. ಆಮೇನ್ ಯಾವತ್ತೂ ನಿನ್ನನ್ನ ಒಂದು ಕಡೆಗೆ ಇಡುವುದಿಲ್ಲ. ഒരു അപ്പോസ്തല പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് എത്ര പേർ തയ്യാറായി കാല് വെക്കും? ಒಂದು ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಿಗಾಗಿ ಎಷ್ಟು ಜನ ಇವತ್ತು ನಿಮ್ಮ ಬಲಗಾಲನ್ನ ತೆಗೆದು ಒಂದು ಹೆಜ್ಜೆಯನ್ನು ಇಡುತ್ತೀರಿ? നിനക്കൊരു പുറപ്പാടുണ്ട്. നീ ഒരു അപ്പോസ്തലനാണോ? ನೀನೊಂದು ಅಪೊಸ್ತಲನಾಗಿದ್ದೀಯೋ? നിനക്കൊരു പുറപ്പാടുണ്ട്. ನಿನಗೊಂದು ವಿಮೋಚನೆ ಇದೆ. വിശ്വസിക്കുന്നുണ്ടോ? ನೀವು ನಂಬುತ್ತಿದ್ದೀಯೋ? ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ ഹല്ലേലൂയ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಿಗೆ ನಾವು ഇനി എന്റെ ಪ್ರವೇಶಿಸಲಿಕ್ಕಿದ್ದೇವೆ. വിഷയത്തിലേക്ക് ഞാൻ വരാൻ വേണ്ടി പോവുകയാണ്. ಈಗ ನಾನು ವಿಚಾರಕ್ಕೆ ಬರುತ್ತೇನೆ. ശ്രദ്ധിക്കണമേ. ಗಮನಿಸಿರಿ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ പ്രത്യേകതകളൊന്ന് വരച്ചു കാണിച്ച് ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳ ಪುಸ್ತಕದ ಒಂದು ಪ್ರತ್ಯೇಕತೆಯನ್ನು ತೋರಿಸಿದ ಮೇಲೆ ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ദൈവനാമത്തിൽ ಆ താല്പര്യപ്പെടുക. ಸೇವೆಗೆ ಪ್ರವೇಶಿಸಲಿಕ್ಕೆ ನಾನು ಬಯಸುತ್ತೇನೆ. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കണം. ಅದಕ್ಕೆ ಆಧಾರವಾಗಿ ಒಂದು ವಾಕ್ಯಗಳನ್ನು ಓದಿಕೊಳ್ಳೋಣ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 2ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ അതിന്റെ 17ാം വേദഭാഗം. 17ನೇ ವಾಕ್ಯ, വേദ വായിച്ചാട്ടെ. 17ನೇ ವಚನ. ആമേൻ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ಕಡೆ ದಿವಸಗಳಲ್ಲಿ ನಾನು ಎಲ್ಲ ಮನುಷ್ಯರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ನಿಮ್ಮಲ್ಲಿರುವ ಗಂಡಸರು ಹೆಂಗಸರು ಪ್ರವಾದಿಸುವರು. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ನಿಮ್ಮ ಯೌವನಸ್ಥರಿಗೆ ದಿವ್ಯ ದರ್ಶನಗಳಾಗುವವು. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ನಿಮ್ಮ ಹಿರಿಯರಿಗೆ ಕನಸುಗಳು ಬೀಳುವವು. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവേദ ഭാഗമാണ് പകൽക്കാലം വായിച്ചത്. ಅನುಗ್ರಹಿಸಲ್ಪಟ್ಟಂತ ವಚನ ಭಾಗವನ್ನು ನಾವು ಓದಿದ್ದೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ അഭിഷേകം അവർ എങ്ങനെയാണ് പ്രാപിച്ചത്? ಈ ಒಂದು ಅಭಿಷೇಕವನ್ನು ಅವರು ಯಾವ ರೀತಿ ಹೊಂದಿಕೊಂಡರು? ഹല്ലേലൂയ. ಆಮೆನ್. ഇതെങ്ങനെ അവർ പ്രാപിച്ചത്? ಯಾವ ರೀತಿ ಇದನ್ನು ಹೊಂದಿಕೊಂಡರು? അതിന്റെ തുടക്കം കുറിക്കുമ്പോൾ 2ാം അധ്യായം അതിന്റെ 1ാമത്തെ വേദഭാഗത്തിൽ പറയുന്നു. 2ನೇ ಅಧ್ಯಾಯದ ಪ್ರಾರಂಭದ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ಪಂಚಶತಮ ದಿನದ ಹಬ್ಬವು ಬಂದಿರಲಾಗಿ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ಎಲ್ಲರೂ ಏಕ ಮನಸ್ಸಿನಿಂದ ಒಂದೇ ಸ್ಥಳದಲ್ಲಿ ಕೂಡಿದ್ದರು. സ്തോത്രം പറ. ಸ್ತೋತ್ರ ಹೇಳಿ. എല്ലാരും ഏക മനസ്സോടുകൂടി ഒരുമിച്ചുണ്ടോ? ಎಲ್ಲರೂ ಏಕ ಮನಸ್ಸಿನಿಂದ ಇದ್ದೀರಾ? അതാ ഹൃദയമൊക്കെ എവിടെയെങ്കിലും പറന്നു പോയോ? ಇಲ್ಲ, ಹೃದಯ ಎಲ್ಲ ಆ ಕಡೆ ಈ ಕಡೆ ಹಾರ್ತಾ ಇದೆಯಾ? ഹല്ലേലൂയ. അവർ പ്രാപിച്ചെടുത്ത അഭിഷേകത്തിന്റെ 1ാമത്തെ പ്രത്യേകത, ಅವರು ಅಭಿಷೇಕ ಹೊಂದಲಿಕ್ಕಿರತಕ್ಕಂತ ಮೊದಲನೇ ಕಾರಣ, അവർ ഒരുമിച്ച് ಅವರು ಒಂದೇ ಸ್ಥಳದಲ್ಲಿ ഒരു സ്ഥലത്ത് ಒಂದೇ ಸ್ಥಳದಲ್ಲಿ അവർ കൂടിയിരുന്നു. ಒಟ್ಟಾಗಿ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ റെഡിയാണോ അതിന്? ಸಿದ್ಧರಾಗಿದ್ದೀರೋ?
Praise the Lord. ಆಮೆನ್. ചിലരുടെയൊക്കെ കണ്ണ് കാണുമ്പോൾ എനിക്കറിയാം. ಕೆಲವರ ಕಣ್ಣು ನೋಡುವಾಗಲೇ ನನಗೆ ಗೊತ್ತಾಗ್ತಿದೆ. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഹൃദയം ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിലേക്കൊക്കെ പോയി. ಮಧ್ಯಾಹ್ನದ ಊಟದ ಕಡೆ ಸ್ವಲ್ಪ ಕಣ್ಣು ಹೋಗ್ತಾ ಇದೆ. ഹല്ലേലൂയ. കാരണ ഈ ടൈമിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പാസ്റ്ററെ. ಈ ಸಮಯಕ್ಕೆ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಇದೆ. എല്ലാരും മയക്കം വരുന്ന ഒരു സമയമാണ്. ಎಲ್ಲರಿಗೂ ಒಂದು ಸಣ್ಣ ನಿದ್ದೆ ಬರುವಂತ ಒಂದು ಸಮಯ ಇದು. ಕಾರಣ നമുക്കറിയാം ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുന്നത് കൊണ്ട്, ನಮಗೆ ಗೊತ್ತಿದೆ ಸೇವೆಗೆಲ್ಲ ಹೋಗ್ತಾ ಇರೋದ್ರಿಂದ. ഹല്ലേലൂയ. ഈ സമയം നല്ലതുപോലെയൊക്കെ ഭക്ഷണങ്ങളോ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ಈ ಸಮಯದಲ್ಲಿ ಸ್ವಲ್ಪ ಊಟವನ್ನೆಲ್ಲ ಮಾಡಿ, ഹല്ലേലൂയ, നല്ല ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി നിദ്ര കൊള്ളുന്ന ഒരു സമയമാണ്. ಯಾವ್ದಾದ್ರು ಒಂದು ಮೂಲೆ ಸಿಕ್ಕಿದ್ರೆ ಸ್ವಲ್ಪ ಹೊತ್ತು ನಿದ್ದೆ ಹೊಡೆಯುವ ಸಮಯ ಇದು. ഇവിടെ എത്ര കത്തിക്കാൻ നോക്കിയാലും കത്തത്തില്ല. ಇಲ್ಲಿ ಎಷ್ಟು ಉರಿಸಕ್ಕೆ ನೋಡಿದ್ರು ಉರಿಯೋದಿಲ್ಲ ಈಗ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. പക്ഷേ ആ മയക്കെല്ലാം മാറ്റി വെച്ചിട്ട്, ಆದ್ರೆ ಆ ಒಂದು ತೂಕಡಿಸುವಿಕೆಯನ್ನೆಲ್ಲ ಬದಿಗೊತ್ತಿ, നിങ്ങൾ ഒരുമനപ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ನೀವು ಇಂದು ಹಗಲಿನ ವೇಳೆ ಏಕ ಮನಸ್ಸಿನಿಂದ ಇಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕೆ ಬಯಸುವುದಾದ್ರೆ, ಹಲ್ಲೆಲೂಯಾ, ഇവിടെ എഴുതിയിരിക്കുന്ന പദം എന്താണ്? ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವ ಪದವೇನಾಗಿದೆ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ಪಂಚಶತಮ ದಿನದ ಹಬ್ಬವು ಬಂದಿರಲಾಗಿ. എന്താണ് പെന്തക്കോസ്ത് നാൾ? ಏನಾಗಿದೆ ಈ ಪಂಚಶತಮದ ದಿವಸ? പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത് 50ാമത്തെ ദിവസം എന്നാ. ಈ ಪಂಚಶತಮ ದಿನವೆಂದರೆ 50ನೆಯ ದಿನವೆಂಬುದಾಗಿ. എത്രാമത്തെ ദിവസമാ? ಎಷ್ಟನೇ ದಿನ? 50ാമത്തെ ദിവസം. 50ನೆಯ ದಿವಸ. എന്തുകൊണ്ടാണ് ഇതിന് 50ാം ദിവസം എന്നിട്ടത് പേരിട്ടത്? ಯಾತಕ್ಕಾಗಿ ಇದಕ್ಕೆ 50ನೇ ದಿವಸ ಅಂತ ಹೆಸರು ಬಂದಿದ್ದು? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ 50ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ, ಈ 50ನೇ ದಿವಸದ ಪ್ರತ್ಯೇಕತೆ ನಿಮಗೆ ಗೊತ್ತಾಗಬೇಕಾದ್ರೆ, 50ാമത്തെ ദിവസം മുകളിൽ നിൽക്കുകയാണെങ്കിൽ, 50ನೇ ದಿವಸ ಮೇಲೆ ನಿಂತಿರುವುದಾದ್ರೆ, നമ്മൾ 1ാമത്തെ ദിവസത്തിലേക്ക് പോകണം. ನಾವು ಮೊದಲನೇ ದಿವಸಕ್ಕೆ ಇಳಿದು ಹೋಗಬೇಕು. ഹല്ലേലൂയ. അപ്പോൾ എന്നാൽ മാത്രമേ ഈ 50ാമത്തെ ദിവസത്തെ, ಆದ್ರೆ ಮಾತ್ರ ಈ 50ನೇ ದಿವಸವನ್ನು മനസ്സിലാക്കാൻ പറ്റൂ. പാവം പാസ്റ്റർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുക. സ്വതന്ത്രം പറഞ്ഞേ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ഓക്കെ, 50ാമത്തെ ദിവസത്തിൽ നിന്നും ಆಗ 50ನೇ ದಿವಸದಿಂದ നമ്മൾ 1ാമത്തെ ദിവസത്തിലേക്ക് പോവുകയാണ്. ನಾವು ಮೊದಲನೇ ದಿವಸಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇವೆ. പെന്തക്കോസ്ത് നാള് 50ാമത്തെ ദിവസം എന്നർത്ഥം. ಆಗ ಪಂಚಶತಮ ದಿವಸದ ಅರ್ಥ 50ನೇ ದಿವಸವೆಂಬುದು. അപ്പോൾ 1ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ, ಆಗ ಮೊದಲನೇ ದಿವಸಕ್ಕೆ ಹೋಗಿ ನೋಡುವಾಗ എന്താ സംഭവിച്ചത്? ಏನು ಸಂಭವಿಸಿತು? എന്താ സംഭവിച്ചത്? ಏನು 1ാമത്തെ ദിവസം ಸಂಭವಿಸಿತು? ಒಂದನೇ ದಿವಸ ഒന്ന് പറഞ്ഞേ. ಹೇಳಬಹುದಾ ನಿಮಗೆ? മനസ്സിലായില്ല? ಗೊತ್ತಾಗ್ಲಿಲ್ಲ. പെന്തക്കോസ്ത് നാൾ 50ാമത്തെ ദിവസമാണ്. ಪಂಚಶತಮ ದಿವಸವೆಂದ್ರೆ 50ನೇ ದಿವಸವಾಗಿದ್ದ ಪಕ್ಷ 49, ಆಗ 49, 48, 48, 47, 77, 46, 46, അങ്ങനെ 30, 30, 20, 20, 10, 10, 5, 5, 3, 2, 1ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ? 3, 2 ಮೊದಲನೇ ದಿವಸದ ಪ್ರತ್ಯೇಕತೆ. ಎಸ್, ಯೇಸು ಕ್ರಿಸ್ತನ. ಗಟ್ಟಿಯಾಗಿ ಹೇಳಿ. കർത്താവായ യേശു ക്രിസ്തു മരണത്തിന്റെ ഉദരത്തെ പൊട്ടിച്ച 1ാമത്തെ ദിവസമാ. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಮರಣದ ಸರಪಣಿಗಳನ್ನ ಒಡೆದು ಪುನರುತ್ಥಾನ ಹೊಂದಿದ ದಿವಸ. ಹಲ್ಲೆಲೂಯಾ. ചിലവർക്ക് പാസ്റ്റർ ഇപ്പോഴും ഡൗട്ടാ. ಕೆಲವರಿಗೆ ಈಗಲೂ ಸಂಶಯ. സംശയമുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തിയേ. ಸಂಶಯ ಇರೋರು ಮಾತ್ರ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಜೋರಾಗಿ ಹೇಳಿ. സഹോദരൻ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ നമ്മൾ 1ാമത്തെ ദിവസം മുതൽ പഠിക്കുമ്പോ സന്തോഷമുണ്ടോ? ಆಗ ಮೊದಲನೇ ದಿವಸದ ಕುರಿತಾಗಿ ಕೇಳಿ ಸಂತೋಷ ಇದೆಯಾ? മറക്കരുത്. ನಮ್ಮ ವಿಷಯ ಮರಿಬಾರದು. ഇതിനെ തെളിയിക്കാൻ വേണ്ടിട്ടാ, ಇದನ್ನ ಸರಿಯಾಗಿ ಹೇಳ್ಕೊಡೋದಕ್ಕೆ. ശ്രദ്ധിക്കണം. ಆಗ ಗಮನಿಸಿ, റോമൻ പടയാളികളെല്ലാം എന്റെ അരുമനാഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, ರೋಮನ್ ಸರ್ಕಾರದ ಸೈನಿಕರೆಲ್ಲರೂ ಸೇರಿ ನಮ್ಮ ಪ್ರಾಣ ಪ್ರಿಯನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನ, ഒരു പാപവും ചെയ്യാത്ത എന്റെ അരുമനാഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിപ്പാൻ അവർ കൊണ്ടുപോയി. ಯಾವ ಪಾಪವನ್ನು ಮಾಡದೆ ಇದ್ದಂತ ನಮ್ಮ ಪ್ರಾಣ ಪ್ರಿಯನಾದ ಯೇಸುವನ್ನ ಶಿಲುಬೆಗೇರಿಸುವುದಕ್ಕಾಗಿ ಕರೆದುಕೊಂಡು ಹೋದರು. ആലേ കർത്താവായ യേശു ക്രിസ്തുവിനെ 2 കള്ളന്മാരുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടത്തി നടുവിലായി എന്റെ അരുമനാഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. ನಮ್ಮ ಪ್ರಾಣ ಪ್ರಿಯನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು 2 ಕಳ್ಳಂದಿರ ಮಧ್ಯದ ಆ ಶಿಲುಬೆಯಲ್ಲಿ ಏರಿಸಿದರು. ഹല്ലേലൂയ. നോക്കിയപ്പോൾ, ನೋಡಿದಾಗ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ഇവിടം കൊണ്ട് പര്യവസാനിച്ചു. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಜೀವಿತವು ಅಲ್ಲಿ ಮುಕ್ತಾಯವಾಗುತ್ತಿದೆ.
പിശാചു നോക്കിയപ്പോൾ ഇവിടം കൊണ്ട് എല്ലാത്തിനും സമാപ്തി വന്നു. ಸೈತಾನನ ನೋಡಿದಾಗ ಇಲ್ಲಿಗೆ ಎಲ್ಲವೂ ಮುಕ್ತಾಯವಾಗುತ್ತಿದೆ, സകലതും നിവർത്തിയായി. ಸಕಾಲವು ಅಲ್ಲಿ ಮುಗಿದು ಹೋಗುತ್ತಿದೆ. ഒന്നാം ദിവസം അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒന്നാം ദിവസം, ಹೀಗೆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಮರಣದ ಮೊದಲನೇ ದಿವಸ, അടുത്ത രണ്ടാമത്തെ ദിവസം, ಎರಡನೆಯ ದಿವಸ, മൂന്നാമത്തെ ദിവസമായപ്പോൾ ಮೂರನೆಯ ದಿವಸವು ಬಂದಿರಲಾಗಿ റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രയെ പൊട്ടിച്ച് ರೋಮನ್ ಸರ್ಕಾರದ ಮುದ್ರೆಯನ್ನ ಒಡೆದು യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ಯೇಸು ಕ್ರಿಸ್ತನ ಮೂರನೇ ದಿವಸದಂದು ಎಬ್ಬಿಸಲ್ಪಟ್ಟನು. ഒന്ന് ആമേൻ പറഞ്ഞേ. ಆಮೆನ್. ಜೋರಾಗಿ ഒന്ന് ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಜೋರಾಗಿ ಹೇಳಿರಿ. ഉയർത്തെഴുന്നേറ്റ് ഒന്നാമത്തെ ദിവസമാണ്. ಎಬ್ಬಿಸಲ್ಪಟ್ಟದ್ದು ಅದು ಮೊದಲನೆಯ ದಿವಸ. അന്നു മുതൽ എണ്ണപ്പെട്ട ദിവസമാണ് 50 ദിവസം. ಅಲ್ಲಿಂದ 50ನೇ ದಿವಸದವರೆಗೆ ಅದು ಎಣಿಸಲ್ಪಟ್ಟಿತ್ತು. ഇപ്പൊ ക്ലിയർ പിക്ചർ ആയല്ലോ? ಅರ್ಥ ಆಯ್ತಾ? ಈಗ ഇപ്പൊ കറക്റ്റ് ആയല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ಗೊತ್ತಾಯ್ತಾ? ಈಗ ഉയർത്തെഴുന്നേറ്റ ദിവസം മുതലാണ് 1, 2, 3 ಸ್ಟಾರ್ಟ್ ചെയ്തത്. ಆಗ ಪುನರುತ್ಥಾನದ ದಿವಸದಿಂದ 1, 2 ಅಂತ ಶುರುವಾಗ್ತಿದೆ. അങ്ങനെ ಹೀಗೆ 40 ദിവസം വരെയും 40 ದಿವಸಗಳವರೆಗೆ ഹല്ലേലൂയ തന്റെ അപ്പോസ്തലന്മാരോട് കൂടെ ചേർന്ന് നടന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಅಪೋಸ್ತಲರ ಸಂಗಡ ಈ ಭೂಮಿಯಲ್ಲೇ ನಡೆದಾಡಿದನು. പക്ഷേ ಆದರೆ മുമ്പ് നടന്നതുപോലെയല്ല ഇപ്പോൾ കർത്താവ് അവരുടെ കൂടെ നടക്കുന്നത്. ಮೊದಲು ನಡೆದಾಡಿದ್ದ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ ಈಗ ನಡೆದಾಡುತ್ತಿರುವಂತದ್ದು. മുമ്പ് ഹല്ലേലൂയ അപ്പോസ്തലന്മാരോട് നടന്നത് ഇങ്ങനെയാ. ಮೊದಲು ಅಪೋಸ್ತಲರ ಸಂಗಡ ಈ ರೀತಿ ನಡೆಯುತ್ತಿದ್ರು, ഇങ്ങനെ നടക്കുമായിരുന്നു കർത്താവ്. ಈ ರೀತಿ ನಡೆಯುತ್ತಿದ್ರು. എന്നാൽ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം, ಆದರೆ ಯೇಸು ಕ್ರಿಸ್ತನು ಎಬ್ಬಿಸಲ್ಪಟ್ಟ ನಂತರ ഹല്ലേലൂയ ശിഷ്യം വന്ന് ಶಿಷ್ಯರು ಬಂದು അടുത്തേക്ക് വരുമ്പോ തന്നെ പറയുന്ന ഒരു പദമുണ്ട്. ಹತ್ತಿರಕ್ಕೆ ಬರುತ್ತಿರುವಾಗಲೇ ಶಿಷ್ಯರು ಹೇಳ್ತಿದ್ದಂತ ಪದ, ನನ್ನನ್ನು ಮುಟ್ಟಬೇಡಿ. ഹല്ലേലൂയ പറഞ്ഞേ. ಹೇಳಿ. ഹല്ലേലൂയ അല്പസമയം ഹല്ലേലൂയ ഈ കർത്താവിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പ് വരെയും, ಶಿಲುಬೆಗೇರಿಸಲ್ಪಡುವ ದಿವಸದವರೆಗೂ എന്റെ കർത്താവ് ലോകത്തുള്ളവനായിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ಲೋಕ ಸಂಬಂಧದವನಾಗಿದ್ದನು. എന്നാൽ ഹല്ലേലൂയ മൂന്നാം നാൾ മുദ്രയെ പൊട്ടിച്ചു പുറത്തു വന്നത് ಆದ್ರೆ ಮೂರನೇ ದಿನದಂದು ಎಬ್ಬಿಸಲ್ಪಟ್ಟ രൂപാന്തരപ്പെട്ട ശരീരവുമായിട്ടാ. ಅಯ್ಯೋ ಮಹಿಮೆಯಿಂದ ಇರತಕ್ಕಂಥ ಶರೀರದೊಂದಿಗೆ പറഞ്ഞേ. ಆಮೇನ್. ಹೇಳಿ. നിന്റെ മേലെ അഭിഷേകം വെളിപ്പെട്ട, ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕವು നിന്റെ ವ್ಯಾಪಿಸುವಾಗ ശരീരത്തിൽ മാറ്റം വരും. ನಿನ್ನ ಶರೀರಕ್ಕೆ ಬದಲಾವಣೆ ಸಂಭವಿಸುತ್ತೆ. നിന്റെ സ്വഭാവത്തിൽ മാറ്റം ನಿನ್ನ വരും. ಸ್ವಭಾವಕ್ಕೆ ಬದಲಾವಣೆ ಉಂಟಾಗುತ್ತೆ. സ്തോത്രം പറ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഒന്ന് ആമേൻ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿರಿ. ഹല്ലേലൂയ 40ാമത്തെ ദിവസമായി. 40ನೇ ದಿವಸವಾಯಿತು. 40ാമത്തെ ദിവസമായപ്പോൾ 40ನೇ ದಿವಸದಲ್ಲಿ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ನೀವೆಲ್ಲರೂ ಇಲ್ಲಿ ನಿಂತಿರುವ ಹಾಗೆ തന്റെ ശിഷ്യന്മാരൊക്കെ നിൽക്കുക. ಸ್ವಲ್ಪ ಶಿಷ್ಯರೆಲ್ಲ ನಿಂತಿದ್ದಾರೆ. ഇങ്ങനെ നിൽക്കുക. കർത്താവ് പറയാ, ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ ഇപ്പോ പോകുന്നു. ನಾನು ಈಗ ಹೋಗ್ಬಿಡ್ತೀನಿ. ഞാനിപ്പോൾ ನಾನೀಗ പോകുന്നു. എവിടെയാ? ಹೋಗ್ತಾ ಇದ್ದೇನೆ. ಎಲ್ಲಿಗೆ? നിങ്ങൾക്ക് വേണ്ടി ನಿಮಗೋಸ್ಕರ ഒരു വാസസ്ഥലം ഒരുക്കാൻ, ಬಿಡಾರವನ್ನ ಸಿದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ, ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി അതിന് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യാൻ, ನಾನು ಅದನ್ನ ಸಿದ್ಧಪಡಿಸುವುದಕ್ಕೋಸ್ಕರ ഹല്ലേലൂയ നിങ്ങളെ കൂടെ ನಿಮ್ಮೊಂದಿಗೆ ഞാൻ ഈ ലോകത്തേക്ക് ഞാൻ ഇനിയും വരും. ಇನ್ನು ಮತ್ತೆ ನಾನು ಈ ಲೋಕಕ್ಕೆ ಹಿಂತಿರುಗಿ ಬರುತ್ತೇನೆ. അതുവരെ നിങ്ങളെ കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി, ಅಲ್ಲಿಯವರೆಗೆ ನಿಮ್ಮ ಸಂಗಡಲೇ ಇರುವುದಕ್ಕಾಗಿ, നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി, ನಿಮ್ಮನ್ನ ಬಲಪಡಿಸುವುದಕ್ಕಾಗಿ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ്. ನಾನು ಇನ್ನೊಬ್ಬ ಸಹಾಯಕನನ್ನ ನಿಮ್ಮ ಬಳಿಗೆ ಕಳುಹಿಸುತ್ತೇನೆ. കൈയടിക്കാൻ വരട്ടെ, കൈയടിക്കാൻ വരട്ടെ. ಕೈ ಹೊಡೆಯೋದಕ್ಕೆ, ശ്രദ്ധിക്കണം, ಚಪ್ಪಾಳೆ ತಟ್ಟೋದಕ್ಕೆ ನಿಲ್ಲಿಸ್ರಿ. ശ്രദ്ധിച്ച് ಚಪ್ಪಾಳೆ ತಟ್ಟೋ ನಿಲ್ಲಿಸಿ ಅಂತ ಹೇಳಿ വിഷയത്തിലേക്ക് വരണം. ശ്രദ്ധിക്കണം. ವಿಷಯಕ್ಕೆ ಬರ್ತೇನೆ. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തോ? പയ്യെ പയ്യെ ನಂತರ ಯೇಸು ಕ್ರಿಸ್ತನು ಮೆಲ್ಲೆ ಮೆಲ್ಲನೆ ഭൂമിയുമായിട്ടുള്ള ബന്ധം ദൈവത്തിന് നഷ്ടമായി. ಈ ಭೂಮಿಯೊಂದಿರತಕ್ಕಂತ ಸಂಬಂಧವು ನಷ್ಟವಾಗ್ತಾ ಇತ್ತು എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ಅಂದ್ರೆ ಅದರ ಅರ್ಥ, ഹല്ലേലൂയ, ഭൂമി ഇപ്പോ കർത്താവ് ഇപ്പോ ഭൂമിയിൽ ചവിട്ടുന്നില്ല. ಈಗ ಯೇಸು ಕ್ರಿಸ್ತನು ಭೂಮಿಯ ಮೇಲೆ ನಿಂತಿಲ್ಲ. ഇനി നിൽക്കാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ കാണിക്കുന്നേ. ನಮಗೆ ಆ ರೀತಿ ನಿಲ್ಲಕ್ಕೆ ಆಗದೇ ಇರೋದ್ರಿಂದ ಇಲ್ಲಿ ತೋರಿಸ್ತಾ ಇರೋದು. ಅಲ್ಲಿ ಕರ್ತಾവ് ಪಯ್ಯ ಪಯ್ಯ മുകളിലേക്ക് പോകുവാനിടയായി തീർന്നു. ಆತನು ಮೆಲ್ಲೆ ಮೆಲ್ಲನೆ ಮೇಲಕ್ಕೆ ಎತ್ತಲ್ಪಡುತ್ತಿದ್ದಾನೆ. സ്വർഗ്ഗാരോഹണം ചെയ്തു തുടങ്ങി. ಆಮೇಲೆ ತಾನು ಪರಲೋಕಕ್ಕೆ ಏರಿ ಹೋಗ್ತಿದ್ದಾನೆ. കഴുത്തെല്ലാം ഹല്ലേലൂയ. ശിഷ്യന്മാർ ഇങ്ങനെ നോക്കിയ ശിഷ്യന്മാർ പിന്നെ നോക്കാൻ തുടങ്ങിയത് ഇങ്ങനെ നോക്കിയ. ಈ ರೀತಿ ನೋಡಿ ನಿಂತಿದ್ದಂತ ಶಿಷ್ಯರು ಹೀಗೆ ಹೀಗೆ ಮೇಲೆ ಮೇಲೆ ನೋಡ್ತಿದ್ದಾರೆ. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ. ഹല്ലേലൂയ പറഞ്ഞേ. ಆಮೇನ್ ಹೇಳಿ. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. ಆತನು ಪರಲೋಕಕ್ಕೆ ಏರಿ ಹೋದನು. എന്റെ അരുമനാഥനായിരിക്കുന്ന കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಪರಲೋಕಕ್ಕೆ ಏರಿ ಹೋದನು. ഹല്ലേലൂയ. എത്രാമത്തെ ദിവസം? ಎಷ್ಟನೇ ದಿವಸ? എത്രാമത്തെ ദിവസം? 40ನೇ ದಿವಸ. 40ാമത്തെ ദിവസം. 40ನೇ ದಿವಸ. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞു. ಕರ್ತನೊಂದು ವಾಗ್ದಾನ ಕೊಟ್ಟನು.
ഞാൻ ഇരിക്കേണ്ടതിന് പകരമായി ನನಗೆ ಬದಲಾಗಿ നിങ്ങൾക്ക് വേണ്ടി ನಿಮಗೋಸ್ಕರ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ಇನ್ನೊಬ್ಬ ಸಹಾಯಕನನ್ನ ಕಳುಹಿಸುತ್ತೇನೆ. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 41 ദിവസം മുതൽ 41ನೇ ದಿವಸ എന്ത് ചെയ്തെന്നറിയാമോ? ಇವರೆಲ್ಲರೂ ಏನ್ ಮಾಡಿದ್ರು ബാക്കി ಗೊತ್ತೇ? മിച്ചം വന്ന 10 ദിവസം, ಉಳಿದ ಆ 10 ದಿವಸಗಳು, റിമൈനിങ് 10 ദിവസം ಉಳಿದ ಆ 10 ದಿವಸಗಳು ഇവർ പ്രത്യേകം ഒരു മുറിക്കകത്ത് പോയി. ಇವರೆಲ್ಲರೂ ಒಂದು ಕೋಣೆಗೆ ಹೋದರು. ഓ, മനസ്സിലായവർ ആമേൻ പറ. ಅರ್ಥ ಆದವರು ಆಮೇನ್ ಹೇಳಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ആമേൻ പറ. ಆಮೇನ್ ಹೇಳಿರಿ. ഹല്ലേലൂയ. ഇവർ മുറിക്കകത്തോട്ട് പോയി. ಇವರು ಆ ಮಾಳಿಗೆ ಮನೆಗೆ ಹೋದರು. ഹല്ലേലൂയ. ആരുടെ മാളിക മുറിയാ? ಯಾರ ಮಾಳಿಗೆ ಮನೆ? ആരുടെയാ? ಮಾರ್ಕ. ദേവാസി പറഞ്ഞു മർക്കോസിന്റെ മാളിക മുറി. ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆ. എത്ര പേരാ പോയത്? ಎಷ್ಟು ಜನ ಸೇರಿ ಹೋದ್ರು? എത്രയാ? 120. 120. 120 ആണോ? 120 ആണോ? എന്നാ ഞാൻ പറയുന്നു, ಆದ್ರೆ ನಾನು ಹೇಳ್ತೇನೆ, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കൂടിയത് 120 പേരല്ല. ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ ಸೇರಿದ್ದು 120 ಮಂದಿ ಮಾತ್ರವಲ್ಲ. പാസ്റ്ററെ, ആരെങ്കിലും കല്ലെടുക്കുന്നുണ്ടോ നോക്കിക്കോണം. ಯಾರಾದ್ರೂ ಕಲ್ಲು ಬಿಸಾಡ್ತಾರಂತ ನೋಡಿ. എറിഞ്ഞു കളയരുത്. തെളിയിക്കാം. ಕಲ್ಲು ಬಿಸಾಡಬೇಡಿ. തെളിയിക്കാൻ പോവുക. ವೇಟ್ ಮಾಡಿ ತಿಳಿಸ್ಕೊಡ್ತೀನಿ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് നിങ്ങൾ പറയുന്നു 120 പേരാണ്. ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ 120 ಜನ ಅಂತ ನೀವು ಹೇಳ್ತಿದ್ದೀರಿ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേരല്ല കൂടിയത്. ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ 120 ಜನ ಎಲ್ಲ ಸೇರಿದ್ದು. 500-ൽ പരം വ്യക്തികൾ കൂടിയിരുന്നു. 500ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಜನರು ಸೇರಿದ್ದರು. സന്തോഷം പോയി. ಸಂತೋಷ ಹೋಯ್ತು. ಸಂತೋಷ ಹೋಯ್ತು. സമയമില്ല, പെട്ടെന്ന് പോട്ടെ. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് നിങ്ങൾ പറയുന്നു 120, ഞാൻ പറയുന്നു 500. അപ്പം 1-ാം തലം, 2-ാം തലം, 3-ാം തലം ലേലം വെക്കാം. സ്വത്രം തെളിയിക്കാം. സമയമില്ലാത്തതുകൊണ്ട് തെളിയിക്കാം. ನಿಮಗೆ ತಿಳಿಸ್ಕೊಡ್ತೀನಿ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഈ അപ്പോസ്തലന്മാർ ഉൾപ്പെടെ 500-ൽ പരം വ്യക്തികൾ മാറിയിരുന്നതിനൊരു കാരണമുണ്ട്. ಅಪೊಸ್ತಲರ ಜೊತೆಗೆ ಈ ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ 500ರಷ್ಟು ಜನ ಸೇರ್ಲಿಕ್ಕೆ ಕಾರಣವಿದೆ. കാരണം എന്താണെന്ന് അറിയാമോ? ಕಾರಣವೇನು ಗೊತ್ತೇ? ഹല്ലേലൂയ. ഈ 40-ാമത്തെ ദിവസം വരെയും ಈ 40ನೇ ದಿವಸದವರೆಗೂ ഇവർ പുറത്തിറങ്ങിയതിനും ಇವರು ಹೊರಗಡೆ ಹೋದಾಗಲೂ പുറത്തൂടെ നടന്നതിനും ഒരു കാരണമുണ്ടായിരുന്നു. ಓಡಾಡಿದ್ದಕ್ಕೂ ಎಲ್ಲ ಒಂದು ಕಾರಣವಿದೆ. ഇവരെ ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ಇವರಿಗೆ ಮಾರ್ಗದರ್ಶನ ಕೊಡುವುದಕ್ಕಾಗಿ ലോക രക്ഷിതാവായ ಲೋಕ ರಕ್ಷಕನಾದ യേശു ക്രിസ്തു ഉള്ളെന്നുള്ള ധൈര്യ ഉറപ്പ് ഇവർക്കുണ്ടായിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ಇದ್ದಾನೆ ಎಂಬ ಧೈರ್ಯ ಇವರಿಗಿತ್ತು. Praise the Lord. Praise the Lord. എന്നാൽ കർത്താവ് പോയതിനു ശേഷം ಆದರೆ ಯೇಸು ಕ್ರಿಸ್ತನ ಮೇಲೆ ಏರಿ ಹೋದ ಮೇಲೆ ധൈര്യം നഷ്ടപ്പെട്ടു. ಇವರ ಧೈರ್ಯ ಹೊರಟೋಯ್ತು. റോമൻ പടയാളികളുടെ മുമ്പിൽ, ರೋಮನ್ ಸರಕಾರದವರ ಮುಂದೆ, യഹൂദന്മാരുടെ മുമ്പിൽ, ಯಹೂದ್ಯರ ಮುಂದೆ, പരീശന്മാരുടെ മുമ്പിൽ, ಫರಿಸಾಯರ ಮುಂದೆ, സാദൂക്യരുടെ മുമ്പിൽ ಸದ್ದುಕಾಯರ ಮುಂದೆ പോകാൻ ഈ കൂട്ടർ ഭയന്നു വിറച്ചു. ಅವರ ಎದುರುಗಡೆ ಹೋಗ್ಲಿಕ್ಕೆ ಇವರಿಗೆ ಭಯ ಉಂಟಾಯಿತು. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ಇವ್ರು ಏನ್ ಮಾಡಿದ್ರು ಗೊತ್ತೇ? പ്രത്യേകം ഒരു മാളിക മുറിക്കകത്ത് പോയി ഒളിഞ്ഞിരുന്നു. ಒಂದು ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ ಒಳಗಡೆ ನುಗ್ಗಿ ഹല്ലേലൂയ. ಕೂತಿದ್ದಾರೆ. പ്രത്യേകം ഒരു പ്രാർത്ഥന മുറിക്കകത്ത് കയറി ಎಲ್ಲರೂ ಸೇರಿ ಅಲ್ಲಿ ಸೇರಿ ഈ ಬಂದಿದ್ದಾರೆ. മാളിക മുറി അടച്ചുപൂട്ടി. ಆ ಮಾಳಿಗೆ ಮನೆಯನ್ನ ಮುಚ್ಚಿದ್ದಾರೆ. കാരണം ഇനി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ಕಾರಣ ಇಲ್ಲಿ ಅವರು ಹೊರಗಡೆ ಹೋಗುವುದಾದ್ರೆ വെളിയിൽ ഞങ്ങളെ കല്ലെറിയുവാൻ വേണ്ടി റോമൻ പടയാളികളുണ്ട്. ನಮಗೆ ಕಲ್ಲು ಬಿಸಾಡುವುದಕ್ಕಾಗಿ ರೋಮನ್ ಸರ್ಕಾರದವರಿದ್ದಾರೆ. കാരണം എന്തിനു വേണ്ടിട്ടാ? ಕಾರಣವೇನು ಗೊತ್ತೇ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു പദമുണ്ടായിരുന്നു. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದಂತ ಒಂದು ಪದವಿತ್ತು. മരണത്തിന്റെ, ಮರಣದ, ഹല്ലേലൂയ, വിഷമുള്ളിനെ അഴിച്ചു മാറ്റിയിട്ട് ಆಮೇನ್ ಮುಳ್ಳನ್ನ ತೆಗೆದು ಬಿಟ್ಟು ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കാണും. ಎಬ್ಬಿಸಲ್ಪಟ್ಟಂತಹ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು. ഇപ്പൊ കർത്താവില്ലല്ലോ കൂടെ. ಈಗ ಯೇಸು ಕ್ರಿಸ್ತನಿಲ್ಲ ಇವರ ಜೊತೆ, കർത്താവില്ലല്ലോ കൂടെ. ಯಾರು ಇಲ್ಲ ಇವರ ಜೊತೆ. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എവിടെ നിന്റെ യേശു? ಹೊರಗಡೆನಾದ್ರೂ ಹೋದ್ರೆ ಜನ ಕೇಳ್ತಾರೆ, ಎಲ್ಲಪ್ಪ ನಿನ್ನ ಯೇಸು, എവിടെ നിന്റെ യേശു എന്ന് മറ്റുള്ള സമൂഹം ചോദിക്കത്തില്ലേ? ಎಲ್ಲಿ ನಿನ್ನ ಯೇಸು ಎಂಬುದಾಗಿ ಉಳಿದವರು ಕೇಳಬಹುದು. അതുകൊണ്ട് ഇവർ പ്രത്യേകം ഒളിഞ്ഞു മാറിയിരുന്നു. ಹಾಗಾಗಿ ಇವರು ಒಂದು ಕಡೆ ಸೇರಿ ಬಂದಿದ್ದಾರೆ. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുക. ನಾನು ಆಗ್ಲೇ ಹೇಳಿದ್ದನ್ನ ಮತ್ತೆ ಹೇಳ್ತೇನೆ. അതിൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥന മുറിക്കകത്ത് മാറിയത്. ದೇವರ ಒಂದು ವಾಗ್ದಾನವನ್ನು ಹೊಂದುವುದಕ್ಕಾಗಿ ಇವರು ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಂತದ್ದು. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ.
ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ಇನ್ನೊಂದು ಸಲ ನಿಮಗೆ ಹೇಳ್ತೇನೆ, ഇതിനകത്ത് എത്ര പേർ കൂടിയിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ಇಲ್ಲಿ ಎಷ್ಟು ಜನ ಸೇರಿದ್ದಾರೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ഒരു കാര്യം സത്യമാണ്. ಆದ್ರೆ ಒಂದು ವಿಷಯ ಸತ್ಯವು, ഇതിൽ ഹല്ലേലൂയ 100 പേരുണ്ടെങ്കിൽ ಇದರಲ್ಲಿ 100 ಜನವಿದ್ದರೆ ഇതിൽ 50 പേർ മാത്രമായിരിക്കും എന്തെങ്കിലും എനിക്ക് പ്രാപിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി ഇരിക്കുന്നത്. ಇದರಲ್ಲಿ 50 ಜನ ಮಾತ್ರ ನನಗೇನಾದ್ರೂ ಹೊಂದಿಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ಮನಸ್ಸಿರತಕ್ಕಂಥವರು. ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം ചിലരൊക്കെ വന്ന് ചുമ്മാതെ ഇരിക്കുന്നതാ. ಇನ್ನು ಕೆಲವರು ಬಂದು ಸುಮ್ಮನೆ ಕೂತಿರ್ತಾರೆ എന്ന് പറയുന്നത് പോലെ ಆ ರೀತಿ ಹೇಳುವ ರೀತಿ മർക്കോസിന്റെ മാളിമുഖ മുറിക്കകത്ത് ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ 120 പേർ കൂടിയതിന്റെ പ്രത്യേകത, 120 ಜನ ಸೇರಿರುವುದರ ಪ್ರತ್ಯೇಕತೆ, അവർക്ക് മാത്രമേ ഒരുമനപ്പെട്ട മനസ്സുണ്ടായിരുന്നുള്ളൂ. ಅವರಿಗೆ ಮಾತ್ರ ಏಕ ಮನಸ್ಸಿದ್ದದ್ದು. ബാക്കിയുള്ള 380 പേർ, ಉಳಿದ 380 ಜನರಿಗೆ ഈ 120 പേർ എന്ത് ചെയ്യുമെന്ന് കാണാൻ കൂടിയവരാ. ಈ 120 ಜನ ಏನ್ ಮಾಡ್ತಾರೆ ಅಂತ ನೋಡಕ್ಕೆ ಬಂದವರು. മനസ്സിലായില്ല. ಅರ್ಥ ಆಗ್ತಿದ್ಯಾ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ನಿಮಗೆ ಅರ್ಥ ಆಗ್ತಿದೆಯೋ? ആവർത്തിക്കാം. ಇನ್ನೊಂದು ಸಲ ಹೇಳ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ബാക്കിയുള്ള 380 പേരും, ಉಳಿದ 380 ಜನರು, 120 പേർ ഒരുമനപ്പെട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കൂടിയവരാ. 120 ಜನ ದೇವರಿಂದ ಪಡೆಯುವುದಕ್ಕಾಗಿ ಬಂದು ಕೂತಿದ್ದರೆ, ഇനി മറ്റൊരു പ്രത്യേകത, ಇನ್ನೊಂದು ಪ್ರತ್ಯೇಕತೆ തെളിയിച്ചു വരാം. ശ്രദ്ധിക്കണം. മർക്കോസിന്റെ മാളിക മുറി ഇവിടെയാ. ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆ ಇಲ್ಲಿದೆ ಅನ್ಕೊಳ್ಳಿ. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ಅದರ ಆಚೆ ನೋಡುವುದಾದ್ರೆ യെരൂശലേം ദേവാലയം. ಯೆರೂಸಲೇಮಿನ യെരൂശലേം ദേവാലയത്തിന്റെ പ്രത്യേകത, ಯೆರೂಸಲೇಮ್ ದೇವಾಲಯದ ಪ್ರತ್ಯೇಕತೆ, അവിടെ കൂടിയിരിക്കുന്നത് 500 പേരുമല്ല 100 പേരുമല്ല. ಅಲ್ಲಿ ಸೇರಿದ್ದು 500 ಅಲ್ಲ, 100 ಜನನೂ ಅಲ್ಲ. അവിടെ കൂടിയിരിക്കുന്നത് 10,000ങ്ങളും 50,000 ലക്ഷങ്ങളുമാ. ಅಲ್ಲಿ ಸಾವಿರಾರು ಲಕ್ಷ ಜನ ಸೇರಿದ್ದಾರೆ. അവരെന്തിനു വേണ്ടിട്ടാ ഈ യെരൂശലേം ദേവാലയത്തിനകത്ത് കൂടിയിരിക്കുന്നത്? ಅವರು ಯಾತಕ್ಕಾಗಿ ಆ ದೇವಾಲಯದ ಸುತ್ತಲೂ ನಿಂತಿರುವಂತದ್ದು? ന്യായപ്രമാണത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടിയോ? ಧರ್ಮಶಾಸ್ತ್ರದಿಂದ ಇರತಕ್ಕಂತ ಆರಾಧನೆಗಾಗಿ, ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുള്ള ആരാധനയ്ക്ക് വേണ്ടി. ಧರ್ಮಶಾಸ್ತ್ರವನ್ನ ಹಿಡ್ಕೊಂಡಿರತಕ್ಕಂತಹ ಒಂದು ಆರಾಧನೆಗಾಗಿ. അപ്പോഴാ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഭയന്നു വിറച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ಕೂಡಿയിരിക്കുന്നത്. ಅವಾಗಲಾಗಿದೆ ಸುಮಾರು 120 ಸುಮಾರು ಜನರು ಆ ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ ಭಯಭ್ರಾಂತರಾಗಿ ಕೂತಿರುವಂತದ್ದು. ഇനി എന്റെ പദം ശ്രദ്ധിച്ചോണം. ಇನ್ನು ನಾನು ಹೇಳುವಂತದನ್ನ ಗಮನಿಸ್ರಿ. ഞാൻ ആവർത്തിച്ചതുപോലെ ಆಗ್ಲೇ ನಾನು ಹೇಳಿದ ರೀತಿ, ഒരു കൂട്ടായ്മ വെക്കുമ്പോൾ, ಒಂದು ಕೂಟವನ್ನ ಏರ್ಪಡಿಸುವಾಗ, ഹല്ലേലൂയ, 10 പേര് വരുവാണെങ്കിൽ 10 ಜನ ಬಂದಿದ್ದಲ್ಲಿ 10 പേര് ഒരേ മനസാക്ഷി മനോഭാവത്തോടു കൂടി വരും. 10 ಜನರಿಗೂ ಒಂದೇ ಮನಸ್ಸಿರೋದಿಲ್ಲ. വരുമോ? ಬರ್ತಾರಾ? വരത്തില്ല. ಬರೋದಿಲ್ಲ. കാരണം എന്താണ്? ಕಾರಣವೇನು? ഹല്ലേലൂയ. ഇപ്പോ ഔട്ടിലാണ് ഒരു മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ, ಒಂದು ವೇಳೆ ಒಂದು ಬಹಿರಂಗ ಕೂಟ ಏರ್ಪಡುವುದಾದ್ರೆ വലിയ കൂട്ടം വരാം. ಅಲ್ಲಿ ತುಂಬಾ ಗುಂಪಿನವರು ಬರಬಹುದು. അതിൽ ചിലപ്പോൾ ആരാധിക്കാനുള്ള മനസ്സോട് കൂടി വരുന്നത് ചുരുക്കം പേരായിരിക്കും. ಸರಿಯಾದ ಯಥಾರ್ಥತೆಯಿಂದ ಆರಾಧಿಸಲಿಕ್ಕೆ ಬರತಕ್ಕಂಥವ್ರು ಸ್ವಲ್ಪ ಮಂದಿ ಮಾತ್ರ ಇರಬಹುದು. ബാക്കിയുള്ളവരെല്ലാം അവിടെ എന്ത് നടക്കുന്നു ഇങ്ങനെ നോക്കിയിരിക്കും. ಉಳಿದವರೆಲ್ಲ ಅಲ್ಲಿ ಏನ್ ನಡೀತದೆ ಅಂತ ನೋಡಕ್ಕೆ ಬರುವಂತವರು. ഇവിടെ അന്യഭാഷയുടെ ಆರಾಧന, ಇಲ್ಲಿ ಅನ್ಯ ಭಾಷೆ ಆರಾಧನೆ. പുറകെ ഇരുന്നോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ಕೆಲವರು ಹಿಂದ್ಗಡೆ ನಿಂತ್ಕೊಂಡು ಹಿಂಗ್ ನೋಡ್ತಿರ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ പറഞ്ഞത്? ಅರ್ಥ ಆಗ್ತಿದೆ ನಿಮಗೆ? എന്ന് പറഞ്ഞതുപോലെ ಅದೇ ರೀತಿ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ 500-ൽ പരം വ്യക്തികൾ കൂടിയിരിക്കുന്നു. 500ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಜನರಿದ್ರು. പക്ഷെ ഒരുമനപ്പെട്ടിരുന്നത് 120 പേരാണ്. ಆದರೆ ಏಕ ಮನಸ್ಸಿನಿಂದ ಕೂಡಿದ್ದು 120 ಮಂದಿ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇത് മനസ്സിലായി. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಇದು ಗೊತ್ತಾಯಿತು. ദൈവത്തിന് ഇതൊരു കാര്യം മനസ്സിലായി. ದೇವರಿಗೆ ಈ ವಿಚಾರ ಗೊತ್ತಾಯಿತು. അങ്ങനെ ബാക്കിയുള്ള 380 എണ്ണത്തിനെയും അടിച്ച് പുറത്താക്കി, ಹೀಗೆ ಆ ಉಳಿದ 380 ಜನರನ್ನ ಹೊರಗಡೆ ಕಳಿಸಿ, 350 എണ്ണത്തിനെയും അടിച്ച് പുറത്താക്കിയതിനു ശേഷം ಆ 380 ಜನರನ್ನ ಹೊರಗಡೆ ಕಳಿಸಿದ ನಂತರ ബാക്കി ശേഷിച്ചത് എത്രയാ? ಎಷ್ಟು ಉಳಿದಿದೆ ಈಗ? എത്രയാ? 120. 120 പേര്. 120. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോ. ಈಗ ಗಮನಿಸಿ, 50ാമത്തെ ദിവസമായി. 50ನೇ ದಿವಸ ಬಂತು. 50ാമത്തെ ദിവസം നോക്കിയപ്പോൾ 380 എണ്ണം പിന്നെ കണ്ടില്ല. 50ನೇ ದಿವಸವು ಬಂದಾಗ ಈ 380 ಜನರನ್ನ ಮತ್ತೆ ಕಾಣಿಸ್ತಾ ಇಲ್ಲ. 50ാമത്തെ ദിവസം വരെ എത്തപ്പെട്ടത് 120 പേരാ. 50ನೇ ದಿವಸವನ್ನು ಕೂಡ ತಲುಪಿದ್ದು ಯಾರು? 120 ಮಂದಿ ಮಾತ್ರ. ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ಮೀಟಿಂಗ್ ಶುರುವಾಗಿ ಎಷ್ಟು ದಿವಸ ಆಯ್ತು? ಈ ಮೀಟಿಂಗ್ ಶುರುವಾಗಿ 6 ദിവസമായി. ഇത് 21 ഡേയ്സ് അല്ലേ? 21 ഡേയ്സാ.
അപ്പൊ ഇത് 6 ദിവസമായി. ഇനി ഈ 21 ദിവസം വരെ ഇതിനെ പൂർത്തീകരിക്കുന്നത് എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. 21 ದಿವಸದವರೆಗೂ ಪ್ರತಿದಿನ ಬರತಕ್ಕಂತವ್ರು ಎಷ್ಟು ಜನ ಅಂತ ಕೇಳಿದ್ರೆ ನಮಗೆ ಗೊತ್ತಾಗಲ್ಲ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ಆದರೆ ಪರಿಶುದ್ಧ ಆತ್ಮನು ಹೇಳ್ತಿದ್ದಾನೆ, 21ാമത്തെ ദിവസം നിന്റെ മേലൊരു പുത്തൻ അഭിഷേകം 21ನೇ ದಿವಸ ನಿನ್ನ ಮೇಲೆ ಒಂದು ಹೊಸ ಅಭಿಷೇಕವು ವ್ಯಾಪಿಸುತ್ತದೆ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ಆಮೆನ್. ನಿರೀಕ್ಷಿಸುವವರು ಹೊಸ ಬಲವನ್ನು ಹೊಂದುವರು. കഴുകനെ പോലെ ചിറകടിച്ച് ಅವರು കയറും. ಹದ್ದುಗಳಂತೆ ರೆಕ್ಕೆಗಳನ್ನು ಚಾಚಿ ಏರುವರು. ആമേൻ പറഞ്ഞേ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആവർത്തിച്ചത്. ಅದನ್ನೇ ನಾನು ಆಗ್ಲೇ ಹೇಳಿದ್ದು. ഹല്ലേലൂയ. 500ൽ പരം വ്യക്തികൾ മർക്കോസിന്റെ മാളിക മുറിക്കകത്തുണ്ടായിരുന്നു. 500ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಜನರು ಆ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ ಸೇರಿ ಬಂದಿದ್ದರು. പക്ഷേ 50ാമത്തെ ദിവസം എത്തിയപ്പോൾ, ಆದರೆ 50ನೇ ದಿವಸವಾದಾಗ 380 എണ്ണവും പൊഴിഞ്ഞു. 380 ಜನರು ಹೊರಟು ಹೋದ್ರು. നാളെ വരാതെ ഇരിക്കുവാൻ വേണ്ടി ഇപ്പോഴേ മനസ്സിൽ നിങ്ങൾ കരുതിയതുപോലെ ನಾಳೆ ಬರೋದು ಬೇಡ ಅಂತ ಈಗಲೇ ಯೋಚನೆ ಮಾಡ್ತಿರುವ ಅದೇ ರೀತಿ. ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് 21 ദിവസം ഇരിക്കുന്ന ചിലതൊക്കെ മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. 21 ದಿವಸವೂ ಇರುವಂತದ್ದು ಸ್ವಲ್ಪ ಜನ ಮಾತ್ರ. ഹല്ലേലൂയ. അപ്പൊ ഹൈലൈറ്റ് എന്താണ്? ಆದ್ರೆ ಹೈಲೈಟ್ ಏನಾಗಿದೆ? 21ാമത്തെ ദിവസമല്ലേ? 21ನೇ ದಿವಸ. അപ്പൊ ഇത് 6ാമത്തെ ദിവസമായപ്പോ, ಆಗ ಇದು 6ನೇ ದಿವಸವಾದಾಗ, 1ാം ദിവസമായപ്പോ ഭയങ്കര കൂട്ടമാ. ಮೊದಲನೇ ದಿವಸ ತುಂಬಾ ಜನ ಇದ್ರು. 2ാം ദിവസം വീണ്ടും കൂട്ടമാ. 2ನೇ ದಿವಸ ಇನ್ನೂ ಜಾಸ್ತಿ. 10 ദിവസം കഴിഞ്ഞപ്പോൾ 10 ದಿವಸ ಮುಗ್ದಾಗ പുഷ്പം അടർന്നു പോകുന്നത് പോലെ ಈ ಒಂದು ಹೂ ಆಮೇಲೆ ಎಲ್ಲ ಚದರಿ ಹೋಗುವ ರೀತಿ അങ്ങനെ ആൾ തൊഴിഞ്ഞു പോയി. ಎಲ್ಲರೂ ಚದರಿ ಹೋದರು. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ಆದ್ರೆ ದೇವರ ಆತ್ಮನು ಹೇಳ್ತಿದ್ದಾನೆ, 21ാമത്തെ ദിവസം നിന്നെ അഭിഷേകം ചെയ്യേണ്ട ദൈവത്തിന്റെ 21ನೇ ದಿವಸ ನಿನ್ನ ಅಭಿಷೇಕದ ದಿವಸವಾಗಿರುತ್ತದೆ. 50ാമത്തെ ദിവസം വരെ കാത്തിരുന്നു. 50ನೇ ದಿವಸದವರೆಗೂ ಇವರು ಕಾದಿದ್ದರು. കാത്തിരുന്നത് 120 പേരാ. ಕಾದಿದ್ದದ್ದು 120 ಜನ. അങ്ങനെ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 50ാമത്തെ ദിവസം കൂടിയിരുന്ന 120 പേരുടെ മധ്യത്തിൽ, ಹೀಗೆ ಆ ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ ಸೇರಿ ಬಂದಿದ್ದಂತ 120 ಜನರ ಮೇಲೆ ദൈവത്തിന്റെ അഭിഷേകം ആളത്വമായി ഇറങ്ങി. ದೇವರ ಆತ್ಮನು ಆಳವಾಗಿ ಇಳಿದು ಬಂದನು. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, ಇಂದು ಹಗಲ ವೇಳೆ ದೇವರ ಆತ್ಮನು കാത്തിരിക്കുന്ന ಹೇಳ್ತಿದ್ದಾನೆ, നിന്റെ മേൽ ಕಾದಿರತಕ್ಕಂತ ನಿನ್ನ ಮೇಲೆ ಒಂದು ಅಭಿಷೇಕ പകരം പോകുക. ಅದು ವ್ಯಾಪಿಸುತ್ತಿದೆ. ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാ? ಇಂದು ಹಗಲ ವೇಳೆ ಹೊಸ ಅಭಿಷೇಕಕ್ಕೆ ಸಿದ್ಧರಾಗ್ತಿದೆ. ಆ ಹೊಸ ಅಭಿಷೇಕ ಸಿದ್ಧವಾಗ್ತಿದೆ. ഇന്ന് പകൽക്കാലം ചിലരെ അഭിഷേകം ചെയ്യുന്ന പകൽക്കാലമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ಕೆಲವರನ್ನ ಅಭಿಷೇಕ ಮಾಡುವಂತ ದಿವಸವೆಂಬುದಾಗಿ ದೇವರ ಆತ್ಮ ಹೇಳ್ತಿದ್ದಾನೆ. എഴുന്നേറ്റ് നിന്നോണം കേട്ടോ. ഇനി അടുത്ത വ്യത്യസ്തമാകുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുക. ವ್ಯತ್ಯಸ್ತವಾದ ಸೇವೆಗೆ ನಾವು ಇಳಿಲಿಕ್ಕೆ എല്ലാവരും നിന്നോണം, എല്ലാവരും നിന്നോണം. ಎಲ್ಲರೂ ಸಿದ್ಧರಾಗಿ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ಇದರ ಪ್ರತ್ಯೇಕತೆ ಏನ್ ಗೊತ್ತೇ? ഈ 50 ദിവസം വരെയും, ಈ 50 ದಿವಸಗಳವರೆಗೆ, 10 ദിവസം വരെയും, അതിൽ 10 ദിവസം വരെയും, ಅದರಲ್ಲಿ 10 ದಿವಸಗಳವರೆಗೂ ഹല്ലേലൂയ, ഇവർ പ്രത്യേകം ഭയന്ന് വിറച്ച താമസിച്ചു. ಇವರಿಗೆ ಸ್ವಲ್ಪ ಭಯವಿತ್ತು. പക്ഷേ ಆದರೆ 50ാമത്തെ ദിവസം പൂർത്തീകരിച്ചപ്പോൾ, 50ನೇ ದಿವಸವು ಮುಕ್ತಾಯಗೊಂಡಾಗ ഇവരെ മേൽ വെളിപ്പെട്ട ಇವರ ಮೇಲೆ ಪ್ರಕಟವಾದಂತಹ ഒരു അഭിഷേകമുണ്ട്. ಒಂದು ಅಭಿಷೇಕವು ಇತ್ತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പിന്നെ ഭയന്ന് വിറച്ചല്ല, ನಂತರ ಅವರು ಭಯಭ್ರಾಂತರಾಗಿ ಅಲ್ಲ, പിന്നെ ഭയന്ന് വിറച്ചല്ല, ನಂತರ ಭಯಭ್ರಾಂತರಾಗಿ ಅಲ್ಲ, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് നിന്ന് പുറത്തു വന്നത് ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಿಂದ ಹೊರಗಡೆ ಬಂದು, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, നല്ല ധീര പോരാളിയെ പോലെ ಬಹಳ ಧೀರ ಹೋರಾಟಗಾರ പിടിച്ചുകൊണ്ട് ಆಮೆನ್ ಎದೆಯನ್ನು അപ്പോസ്തലന്മാർ എഴുന്നേറ്റതുപോലെ, ಆಮೆನ್ ಅಪೊಸ್ತಲರು ಆಮೆನ್ ಮುಂದುವರಿದ ರೀತಿಯಲ್ಲಿ. മനസ്സിലായില്ല. ನಿಮಗೆ ಅರ್ಥ ಆಗ್ತಿಲ್ಲ? ಆ ಧೈರ್ಯದಿಂದ ಮುಂದುವರಿದ ಅಪೊಸ್ತಲರ ആ ಹಾಗೆ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നാൽ, ದೇವರ ಆತ್ಮನ ಅಭಿಷೇಕವು ನಿಮ್ಮ ಮೇಲೆ ಬಂದರೆ ഒട്ടും ഭയം നിന്നെ ഭരിക്കത്തില്ല. ಯಾವ ಭಯವು ನಿಮ್ಮನ್ನ ಕಾಡುವುದಿಲ್ಲ. രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാനുള്ള അഭിഷേകം, ಅರಸರುಗಳ ಮುಂದೆ ನಿಲ್ಲುವಷ್ಟು ಅಧಿಕಾರವು ಅಭಿಷೇಕ, അധികാരികളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ഒരു അഭിഷേകം, ಅಧಿಕಾರಿಗಳ ಮುಂದೆ ನಿಲ್ಲುವಂತಹ ಅಭಿಷೇಕ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മ പകരാൻ ಇಂದು പോകുക. ಹಗಲ ವೇಳೆ ದೇವರ ಆತ್ಮನು ಸುರಿಸಲಿಕ್ಕಿದ್ದಾನೆ. എത്ര പേർ തയ്യാറായി ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടാൻ? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗ್ತೀರಿ? ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ടാണ് തിരുവചനം വായിക്കുന്നത്, ಹಾಗಾಗಿ ಸತ್ಯವೇದದಲ್ಲಿ ನಾವು സകല ಓದುತ್ತೇವೆ, ജഡത്തിന്റെ മേലും ಸಕಾಲ ಜನರ ಮೇಲೆಯೂ എന്റെ ആത്മാവിനെ ഞാൻ പകരും. ನನ್ನ ಆತ್ಮವನ್ನ ಸುರಿಸುತ್ತೇನೆ. പ്രവചിക്കാൻ തയ്യാറാണോ? ಪ್ರವಾದಿಸಲಿಕ್ಕೆ ಸಿದ್ಧರಾಗ್ತೀರೋ?
Praise the Lord. Hallelujah. ഒറ്റൊരു പദം കൂടെ ശ്രദ്ധിക്കണം. ಇನ್ನೊಂದು ಪದವನ್ನು ಕೂಡ ಗಮನಿಸಿರಿ. ശ്രദ്ധിച്ചു കേട്ടോണേ. ಗಮನಿಸಿರಿ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ തന്നെ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳ ಪುಸ್ತಕದಲ್ಲಿ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ಆ ಪಂಚಶತಮ ದಿನದ ಹಬ್ಬವು ಬಂದಿರಲಾಗಿ ಎಲ್ಲರೂ ಆಮೇಲೆ ಮಾರ್ಕನ ಮಾಳಿಗೆ ಮನೆಯಲ್ಲಿ ಸೇರಿ ಬಂದಿದ್ದರು. അടുത്ത വായിക്കുന്നത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നും ഒരു മുഴക്കമുണ്ടായി. ತಕ್ಷಣ ಬಿರುಗಾಳಿ ಬೀಸುತ್ತದೋ ಎಂಬಂತೆ ಪಕ್ಕನೆ ಆಕಾಶದೊಳಗಿಂದ ಒಂದು ಶಬ್ದ ಉಂಟಾಯಿತು. അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. ಅವರು ಕೂತಿದ್ದ ಮನೆಯನ್ನೆಲ್ಲ ತುಂಬಿಕೊಂಡಿತ್ತು. സ്തോത്രം പറഞ്ഞേ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ಈ ವಾಕ್ಯವು ಏನು ಹೇಳ್ತಿದೆ ನೋಡಿ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി. ತಕ್ಷಣ ಬಿರುಗಾಳಿ ಬೀಸುತ್ತದೋ ಎಂಬಂತೆ ಪಕ್ಕನೆ ಆಕಾಶದೊಳಗಿಂದ ಒಂದು ಶಬ್ದ ಉಂಟಾಯಿತು. നിന്റെ ഹൃദയത്തിനകത്ത് ഒരു മുഴക്കം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ನಿನ್ನ ಹೃದಯದೊಳಗಡೆ ಒಂದು ಶಬ್ದವು ಗುಡುಗುತ್ತಿದೆ. നിന്റെ അകത്തളങ്ങളിൽ ഒരു മുഴക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ನಿನ್ನೊಳಗಡೆ ಒಂದು ಗುಡುಗಿನ ಶಬ್ದವು ಕೇಳಿಸುತ್ತಿದೆ. ഞാൻ ആത്മാവിൽ കാണുക ചില ഹൃദയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ടിരിക്കുക. ಕೆಲವು ಹೃದಯಗಳನ್ನ ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. അങ്ങനെ ഒരു അഭിഷേകമുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. ಆ ರೀತಿಯ ಅಭಿಷೇಕ ಇರತಕ್ಕಂತವರನ್ನು ದೇವರಾತ್ಮನ ಇವತ್ತು ಇಲ್ಲಿಂದ ಎಬ್ಬಿಸುತ್ತಿದ್ದಾನೆ. ചിലരുടെ മാലപ്പടക്കം കത്തുന്നത് പോലെ ചില സ്ഥലങ്ങളിൽ അത് ഇറങ്ങിയ ಕೆಲವು ಕಡೆ ಅದು ಬೆಂಕಿ ಉರಿಯುವ ರೀತಿಯಲ್ಲಿ ಉರಿಯುತ್ತಿದೆ. ഇറങ്ങിയ യെസ് ಅದು ಇಳಿಯುತ್ತಿದೆ. യെസ് കത്തുക ಅದು ಪಗರಿಯ ಅದು ಹರಡುತ್ತಾ ಇದೆ ಪಗರಿಯ ಉರಿಯುತ್ತಾ ಇದೆ ಹರಡುತ್ತಾ ಇದೆ. പിടിച്ചോ ಹೊಂದಿಕೊಳ್ಳಿರಿ. ಇಡಿ ಮುഴക്കം പോലെ ಗುಡುಗಿನ ಶಬ್ದದೋಪಾದಿಯಲ್ಲಿ ಅವನ ಶಬ್ದ ಕത്തുക. ಆ ಶಬ್ದವು ಗುಡುಗುತ್ತಿದೆ. പിടിച്ചോ ಹಿಡ್ಕೊಳ್ಳಿ. നിങ്ങളുടെ തലയിൽ കൈവയ്ക്കണ്ട. ನಿಮ್ಮ ತಲೆ ಮೇಲೆ ನಾವು ಕೈ ಇಡಬೇಕಾಗಿಲ್ಲ. കൈവയ്ക്കണ്ട. ನಿಮ್ಮ ತಲೆ ಮೇಲೆ ನಾವು ಕೈ ಇಡಬೇಕಾಗಿಲ್ಲ. ಪ್ರತ್ಯೇಕ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಅದು ಪುದಪ್ಪಾಗಿ ಕೈಮಾರ ಹೋಗಿಯ. ಆ ಅಭಿಷೇಕ ಒಂದು ಮೇಲೊದಕಿಯ ರೀತಿಯಲ್ಲಿ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. ನಿನಗೆ വേണ്ടി ഒരു പുതപ്പ് ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. ಆ ಮೇಲೊದಕಿಯು ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. നിനക്ക് വേണ്ടി ഒരു പുതപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ನಿಮಗೋಸ್ಕರ ಒಂದು ಹೊದಿಕೆಯು ಸಿದ್ಧವಾಗುತ್ತಿದೆ. ಅದು ಪ್ರಾಪಿಸೆടുത്തോ. ಹೊಂದಿಕೋ. ಅದು പിടിച്ചെടുത്തോ. ಅದನ್ನ ಹೊಂದಿಕೋ. അവിടെ കത്തുക. ಅಲ್ಲಿ ಉರಿಯುತ್ತಿದೆ. ಅದು ಉರಿಯುತ್ತಿದೆ. പിടിച്ചോ. നിന്നെ അഭിഷേകം ചെയ്യും. ಆ ಶಕ್ತಿ ആള് മാറിയവളെ പോലെ, പേര് മാറിയവളെ പോലെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് പ്രവചനമായി ಪ್ರವಾದಿಸು. ചില വെളിപ്പാടുകൾ ಪ್ರಕಟಣೆಗಳು വെളിപ്പാടുകൾ കൈമാറാൻ പോകുക. കൈമാറാൻ പോകുക. ಪ್ರಕಟಣೆ ಬೀಳುತ್ತಿದೆ. വെളിപ്പാടുകൾ കൈമാറാൻ പോകുക. ಪ್ರಕಟಣೆಯು ಸಿಗುತ್ತಿದೆ. കൈമാറാൻ പോകുക. ಪ್ರಕಟಣೆಯು ಸಿಗುತ್ತಿದೆ. ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಓಹೋ ಉಂಟಾಗಲಿ,
ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಸೈತಾನೇ ಬೀಸಲಿ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ ಓಹೋ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಪವಿತ್ರಾತ್ಮನೇ ನಿಮಗೆ ಆರಾಧನೆ ಏಕ ಮನಸ್ಸಿನಿಂದ ನಿಮಗೆ ಆರಾಧನೆ ಪವಿತ್ರಾತ್ಮನೇ ನಿನಗೆ ಆರಾಧನೆ ಏಕ ಮನಸ್ಸಿನಿಂದ ನಿನಗೆ ಆರಾಧನೆ ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ಚಪ್ಪಾಳೆಯೊಂದಿಗೆ ಸ್ತೋತ್ರ ಓರಗದ ಒಣಗಿದ ಜೀವಕ್ಕೆ ಶಕ್ತಿ ಬರಲಿ ಆಮೆನ್. ಜೀವವುಳ್ಳ ನದಿಯು ಹರಿಯಲಿ ಒಣಗಿದ ಜೀವಕ್ಕೆ ಶಕ್ತಿ ಬರಲಿ ಜೀವವುಳ್ಳ ನದಿಯು ಹರಿಯಲಿ ಬೀಸಲಿ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ ಓಹೋ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಬೀಸಲಿ ಓಹೋ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ ಓಹೋ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಆಮೆನ್ പറഞ്ഞേ ಆಮೇನ್ ಹೇಳಿರಿ. സന്തോഷമുള്ള കരങ്ങളിലെടുത്ത് ആമേൻ പറഞ്ഞേ. ദൈവത്തിന്റെ പരിശുദ്ധം നിറയ്ക്കാൻ പോകുക. ದೇವರ ಆತ್ಮನ ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുകയാണ്. ಪ್ರಾರ್ಥನೆಗಾಗಿರುವ ಸಮಯವನ್ನು ಬೇರ್ಪಡಿಸ್ತಾ ಇದ್ದೇವೆ. അഭിഷേകം പ്രാപിക്കാത്തവർ ಇದುವರೆಗೂ ಅಭಿಷೇಕ ಹೊಂದದೇ ಇರತಕ್ಕಂಥವರು ആരെങ്കിലും കരങ്ങൾ ഉയർത്തിയേ. ಯಾರಾದ್ರೂ ಇದ್ರೆ ನಿಮ್ಮ ಕೈಗಳನ್ನ ಮೇಲೆ ಕೆತ್ತಿರಿ. ಅಭಿಷೇಕ ಇದುವರೆಗೂ ಹೊಂದದೇ ಇರತಕ್ಕಂಥವರು അവർ മാത്രം ഒന്ന് മുമ്പോട്ട് വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ. ಅವರು ಮಾತ್ರ ಮುಂದೆ ಬನ್ನಿ. ಅಭಿಷೇಕ ಇದುವರೆಗೂ ಹೊಂದದೇ ಇರತಕ್ಕಂಥವ್ರು ಮಾತ್ರ ಇಲ್ಲಿ ಮುಂದೆ ಬನ್ನಿ. എനിക്ക് അഭിഷേകം പകരണം എന്ന് ആഗ്രഹിക്കുന്നവർ, ನನಗೆ ಅಭಿಷೇಕ ಬೇಕು ಎಂಬುದಾಗಿ ಬಯಸುವ സഹോദരന്മാർ ഈ ഭാഗത്ത്, ಸಹೋದರಿಯರು ಈ ಭಾಗದಲ್ಲಿ ನಿಂತುಕೊಳ್ಳಿ. ಸಹೋದರರು ಈ ಭಾಗದಲ್ಲಿ ನಿಂತುಕೊಳ್ಳಿ. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ മൂടിയേ. എല്ലാവരും വരണ്ട. ഇതുവരേക്കും അഭിഷേകം പ്രാപിക്കാത്തവർ മാത്രം. ಅಭಿಷೇಕ ಹೊಂದದಿರುವವರು ಮಾತ್ರ. അഭിഷേകം പ്രാപിക്കാത്തവർ, ಅಭಿಷೇಕ ಹೊಂದದಿರುವವರು ಮಾತ್ರ ಬನ್ನಿ. ಇದುವರೆಗೂ ಅಭಿಷೇಕ ಹೊಂದದಿರುವವರು ಮಾತ್ರ. ഇനി സഹോദരന്മാരുടെ ഭാഗത്ത് അഭിഷേകം പ്രാപിച്ചുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തിയേ. ಸಹೋದರಗಳ ಭಾಗದಲ್ಲಿ ಅಭಿಷೇಕ ಆಗ್ಲೇ ಹೊಂದಿದವರು ನಿಮ್ಮ ಕೈಗಳನ್ನ ಮೇಲೆ ಕೆತ್ತಿ. അഭിഷേകം പ്രാപിച്ചു ಹೊಂದಿದವರು ഒരു 3-4 പേര് വന്നേ. ಅಭಿಷೇಕ ಹೊಂದಿದವರು ಒಂದು 3-4 ಜನ ಮಾತ್ರ ಬನ್ನಿ. സഹോദര, നിങ്ങൾ ബാക്കിൽ കണക്ട് ചെയ്തോ. നിങ്ങൾ 4 പേരും കൂടെ ನೀವು ಇವರ ಸುತ್ತ ನಿಂತ್ಕೊಳ್ಳಿ. 4 ಜನ കരങ്ങൾ കോർത്ത് പിടിച്ചോ. സഹോദരിമാരുടെ ഭാഗത്ത് ಅದೇ ರೀತಿ അഭിഷേകം പ്രാപിച്ചവർ മാത്രം. ಸಹೋದರಿಯರ ಭಾಗದಲ್ಲಿ ಅಭಿಷೇಕ ಆಗ್ಲೇ ಹೊಂದಿದವರು ಮಾತ್ರ ಒಂದು 4 ಜನ ಬಂದು ಕೈಗಳನ್ನ ಜೋಡಿಸಿ ನಿಂತ್ಕೊಳ್ಳಿ. ഒന്ന് കണക്ട് ചെയ്ത് നിന്നോ, കണക്ട് ചെയ്ത് നിന്നോ. ഇനി ഞാൻ പറയണ ശ്രദ്ധിക്കണം. ಈಗ ನಾನು ಹೇಳುವಂಥದ್ದನ್ನ ಗಮನಿಸ್ರಿ. അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയേ. ಅನ್ಯ ಭಾಷೆ ಎಂಬ ವರವನ್ನ ಹೊಂದಿಕೊಂಡವರು ಕೈಗಳನ್ನೆತ್ತಿ. അന്യഭാഷ. ഇനി എന്റെ ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ಇನ್ನು ನನ್ನ ಪ್ರಶ್ನೆಯನ್ನ ಸರಿಯಾಗಿ ಗಮನಿಸಿ. ചില വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്. ಕೆಲವು ವರ್ಷಗಳಿಂದ ನೀವು ಅನ್ಯ ಭಾಷೆ ಹೇಳ್ತಿದ್ದೀರಿ. ആ അന്യഭാഷയ്ക്ക് ഇതുവരെയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. അതായത് ആ വാക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നവർ മാത്രം കാര്യങ്ങൾ ತುಂಬಾ ವರ್ಷಗಳಿಂದ ಅದೇ ಪದಗಳು, ಅದೇ ಅನ್ಯ ಭಾಷೆ ಮಾತ್ರ, ഒന്നും വന്നില്ല. ಬೇರೆ ಹೊಸ ಭಾಷೆ ನಿಮಗೆ ಸಿಗ್ಲಿಲ್ಲ. ಅದೇ ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡ್ತಾ ಇದ್ದಲ್ಲಿ ಅಂತವ್ರ ಕೈಗಳನ್ನ ಮೇಲೆ ಕೆತ್ತಿ. ഇതുവരെ വേറെ ഒന്നും വന്നിട്ടില്ല. ಇದುವರೆಗೂ ಹೊಸ ಪದ ಸಿಗ್ಲಿಲ್ಲ. വന്നിട്ടില്ല.
ಬಂದಿಲ್ಲ. അപ്പൊ പുതിയ ഭാഷയ്ക്ക്, അതായത് പുതിയ വേർഡ്സുകൾ ಆಗ ಹೊಸ ಹೊಸ ಭಾಷೆ ಸಿಕ್ಕುವುದಕ್ಕಾಗಿ അങ്ങനെയുള്ളവർ മാത്രം ഒന്ന്. അപ്പൊ സിസ്റ്റർക്ക് ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ಆಗ ಆ ರೀತಿ ಇರುವವರು ಇವ್ರ ಜೊತೆ ಸೇರಿ ನಿಂತ್ಕೊಳ್ಳಿ. ಹೊಸ ಅಭಿಷೇಕ, ಹೊಸ ಭಾಷೆ ಇನ್ನೂ ಸಿಗ್ಬೇಕು ಅನ್ನೋರು ಇವ್ರ ಜೊತೆ ಸೇರಿ ನಿಂತ್ಕೊಳ್ಳಿ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ದೇವರಾತ್ಮನು ಹೇಳ್ತಿದ್ದಾನೆ, ഈ കവറൊക്കെ ഒന്ന് മാറ്റി വെച്ചേ, കവറൊക്കെ മാറ്റി ಆ ಕವರೆಲ್ಲ ಒಂದ್ ಸೈಡಲ್ಲಿ ಇಟ್ಬಿಡಿ. ഇനി അഭിഷേകം പ്രാപിച്ചവർ, ಈಗ ಅಭಿಷೇಕ ಹೊಂದಿದವರು, അന്യഭാഷയുടെ തലത്തിന്റെ അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൈവത്തിന്റെ പുതിയ കൃപ, ಅನ್ಯ ಭಾಷೆಯ ಮುಂದಿನ ಹಂತಕ್ಕೆ ಹೋಗತಕ್ಕಂತ ದೇವರ ಕೃಪೆ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ಇಂದು ಹಗಲಿನ ವೇಳೆ ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ಕೊಡಲಿಕ್ಕಿದ್ದಾನೆ. പ്രിയ അഭിഷേകത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ಈ ಪ್ರಿಯ ಸಹೋದರನೊಂದಿಗೆ ದೇವರಾತ್ಮನು ಮಾತನಾಡ್ತಿದ್ದಾನೆ, നിന്നെ ഞാൻ ഒരു വ്യത്യസ്തനാക്കി ദൈവം മാറ്റും. ನಿನ್ನನ್ನೊಬ್ಬ ವ್ಯತ್ಯಸ್ತ ಮನುಷ್ಯನನ್ನಾಗಿ ನಾನು ಮಾರ್ಪಡಿಸ್ತಾ ಇದ್ದೇನೆ. നിന്റെ കരത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ പോകുകയാണ്. ನಿನ್ನೊಳಗಡೆ ದೇವರಾತ್ಮನ ಶಕ್ತಿ ಭಯಂಕರವಾಗಿ ವ್ಯಾಪಿಸಲಿಕ್ಕಿದೆ. നാവിന്റെ കെട്ടിപ്പ് അഴിക്കാൻ പോവുക. ನಾಲಿಗೆಯ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತಿದೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാവിന്റെ കെട്ടഴിക്കാൻ പോകുക. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ನಾಲಿಗೆ ಕಟ್ಟನ್ನು ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. നിനക്ക് നിൽക്കുവാൻ കഴിയാത്ത ഒരു അഭിഷേകം നിന്റെ മേൽ പകരാൻ പോകുക. ನಿನಗೆ ನಿಲ್ಲಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿ ಒಂದು ಅಭಿಷೇಕ ವ್ಯಾಪಿಸುತ್ತಿದೆ. നിന്റെ ശബ്ദം അതിമനോഹരമായ ശബ്ദത്തിൽ വരാൻ പോകുക. ನಿನ್ನ ಶಬ್ದವು ಒಂದು ಮನೋಹರವಾದ ಶಬ್ದವಾಗಿ ರೂಪುಗೊಳ್ಳುತ್ತಿದೆ. അത് ശബ്ദം ഉറക്കെ വിളിച്ച് നീ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ, ಆ ಶಬ್ದದಿಂದ ಕೂಗಿ ದೇವರನ್ನ ಸ್ತುತಿಸುವ ರೀತಿಯಲ್ಲಿ, ആ ശബ്ദം ഉയർത്തി ಶಬ್ದದಿಂದ ಹೆಚ್ಚಾದ ಗಟ್ಟಿಯಾದ ಶಬ್ದದಿಂದ ದೇವರನ್ನ ಸ್ತುತಿಸು. ಆ ಶಬ್ದವು, ಆ ಶಬ್ದದ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ಆ ಗಂಟ್ಲಿನ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡಲಿ, ಬಿಚ್ಚಲ್ಪಡಲಿ. ಗಟ್ಟಿಯಾದ ಶಬ್ದದಿಂದ ನಾಲಿಗೆ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡುತ್ತಿದೆ. ನಾಲಿಗೆ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡುತ್ತಿದೆ. നാവിന്റെ കെട്ടഴിയ സ്വോത്രം മാറി അന്യഭാഷയാ പോകുക. ಅನ್ಯ ಭಾಷೆ ಬರಲಿ. ಸ್ತೋತ್ರ 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 കെട്ടഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ചിലരുടെ മധ്യ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോകുക. അഭിഷേകം വെളിപ്പെടാൻ പോകുക. ಅಭಿಷೇಕವು ವ್ಯಾಪಿಸುತ್ತಿದೆ. എവിടെ നിന്നോ കണക്ട് ചെയ്ത് വരും പോലെ, കണക്ട് ചെയ്ത് വരും പോലെ, കണക്ട് ചെയ്ത് വരും പോലെ. ഓ റിക ശത്തരാന ബൗഡ റിക ശത്തരാന റിക ദുനാരക ഗതുനാരബ ഓ റിവ ശത്തരാദനാരക തനാരബ വവ ഓ റിക ശത്തരാന രക തുനാരക രക തനാര. ആ യെസ്, ആ ആ യേശുവേ 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 സ്തോത്ര 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 പവിത്രാത്മരേ ഓരിക ശത്തരാന ബൗഡരി ബര 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 ബ ഓരിക ശത്തരാന ഗടഗനാര ഓരി ബര ബ. നിന്റെ ഉദരത്തിലെ ബന്ധനം അഴിച്ചു മാറ്റി. ಹೊಟ್ಟೆ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ശത്തരാന. ಹೊಟ್ಟೆ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഓ നിന്റെ കാലിന്റെ തുമ്പിൽ നിന്ന് വെളിപ്പെടുന്ന അഭിഷേകം, ಆ ಕಾಲಿನ ತುತ್ತ ತುದಿಯಿಂದ ಅಭಿಷೇಕವು അത് ವ್ಯಾಪಿಸಲಿ. ഉച്ചിമേൽ പാരാൻ പോകുക. ಅದು ತಲೆಯವರೆಗೆ ಹರಡಲಿ. ആ ആ ആ യെസ് 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 യെസ്. ശബ്ദത്തിൽ വരട്ടെ. ಗಟ್ಟಿಯಾಗಿ ಬರಲಿ, ಗಟ್ಟಿಯಾಗಿ ಬರಲಿ, ಗಟ್ಟಿಯಾಗಿ ಬರಲಿ. കരങ്ങളെ ചേർത്ത് അടിച്ച് ಕರಗಳನ್ನ ತಟ್ಟಿ, ಕರಗಳನ್ನ ತಟ್ಟು.
ಹೊಸ ಬಲ ನಿನಗೆ ಸಿಗ್ತಿದೆ. ಒಂದು ಹೊಸ ಬಲ ಸಿಗ್ತಿದೆ. ಅಧಿಕಾರದ ಬಲವು, ಅಧಿಕಾರದ ಬಲ, ಅಧಿಕಾರದ ಬಲವು. ಹೊಂದಿಕೋ ಹೊಂದಿಕೋ. ಈಗ ಶಬ್ದರ ಅನುಭವದ ಬಲವರಗ, ಈಗ ಶಬ್ದರ ಅನುಭವದ ಬಲ, ಈಗ ತನಾರಗ, ಈಗ ಶಬ್ದರೇ ದುನಾರ, ಅಡೇ ದುನಾರ ಗಡಗನಾರ, ಓ ರಿವ ಶಬ್ದರೇ ಅನುಭವದ ಗರ್ತನಾರ. യെസ് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഓ ഒരു വർഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആരും മുന്നോട്ട് പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ തൊടാൻ പോവുക. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ഓ രിഗശന്തരാനവൗഡരി കർത്തന, ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ഇവിടെ ഹല്ലേലൂയ ഒരു അഭിഷക്തന്മാർ അഭിഷേകത്തിന്റെ പാട്ട് പാടും. ಇಲ್ಲಿ ಅಭಿಷಕ್ತರು ಅಭಿಷೇಕದ ಹಾಡನ್ನು ಹಾಡ್ತಾರೆ. ഇതിനകത്ത് വലിയ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, ಇದರೊಳಗಡೆ ಭಯಂಕರ ಬಿರುಗಾಳಿ ಬೀಸುವ ರೀತಿಯಲ್ಲಿ ഇടിമുഴക്കം പോലെ അവന്റെ സാന്നിധ്യം വെളിപ്പെടാൻ ದೊಡ್ಡ പോകുന്നു. ಗುಡುಗಿನೋಪಾದಿಯ ಶಬ್ದವು ಇಲ್ಲಿ തിരുവചനം ವ್ಯಾಪಿಸಿದೆ. പറയുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಉರಿಯಂತಿದ್ದ ನಾಲಿಗೆಗಳು ವಿಂಗಡಿಸುವ ರೀತಿಯಲ್ಲಿ അവർക്ക് ഉച്ചരിപ്പാൻ പുതിയ ഭാഷ, ಅವರಿಗೆ ಹೇಳುವುದಕ್ಕೆ ಹೊಸ ಭಾಷೆ, ഒരു പുതിയ ഭാഷ, ಹೊಸ ಭಾಷೆ, ഒരു പുതിയ ഭാഷ. ಹೊಸ ಭಾಷೆ. ഈ 2018 പറഞ്ഞതല്ല, ಈ 2018ರಲ್ಲಿ ಇದ್ದಂತ ಭಾಷೆ ಅಲ್ಲ. ദൈവത്തിന്റെ ആത്മ പറയുന്നു 2019 പുതിയ ഭാഷ. 2019ರಲ್ಲಿ ಒಂದು ಹೊಸ ഒരു പുതിയ ಭಾಷೆ. ഭാഷയ്ക്ക് വേണ്ടി എത്ര പേർ തയ്യാറോ? ಹೊಸ ಭಾಷೆಗಾಗಿ രണ്ട് കരങ്ങളെ ചേർത്ത് അടിച്ച് ಎರಡು ಕರಗಳನ್ನು ಸ್ತೋತ್ರ ಮಾಡಿ. ನನ್ನನ್ನು ನಡೆಸುವ ಓ, ಪವಿತ್ರಾತ್ಮನೇ, ಶಕ್ತಿಯೇ, ಅನ್ಯ ಭಾಷೆ ನೀಡುವ ಪವಿತ್ರಾತ್ಮನೇ, ನನ್ನನ್ನು ನಡೆಸುವ ಪವಿತ್ರಾತ್ಮನೇ, ಅನ್ಯ ಭಾಷೆ ನೀಡುವ ಪವಿತ್ರಾತ್ಮನೇ, ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು, ಶಕ್ತಿಯೇ, ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು, ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ. ಎಲ್ಲರೂ ಕೈಗಳು ತಟ್ಟಿ ಸ್ತೋತ್ರ ಮಾಡು, ಚಪ್ಪಾಳೆ ಹೊಂದಿಗೆ. ಪವಿತ್ರಾತ್ಮನಿಂದ ನನ್ನ ಮೂತ್ರಿಸು, ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯಿಂದ ತುಂಬಿಸು, ಪವಿತ್ರಾತ್ಮನಿಂದ ನನ್ನ ಮೂತ್ರಿಸು, ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯಿಂದ ತುಂಬಿಸು, ಬೀಸಲಿ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು, ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು, ನನ್ನನ್ನು ನಡೆಸುವ ಪವಿತ್ರಾತ್ಮನೇ, ಅನ್ಯ ಭಾಷೆ ನೀಡುವ ಪವಿತ್ರಾತ್ಮನೇ, ಓ ನನ್ನನ್ನು ನಡೆಸುವ ಪವಿತ್ರಾತ್ಮನೇ, ಅನ್ಯ ಭಾಷೆ ನೀಡುವ ಪವಿತ್ರಾತ್ಮನೇ, ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല ಎಂದು ನೀನಾಗಿರು, രാജാവേ വന്നു വാഴണമേ, ഇനി
ഞാനല്ല എന്നു നീനാകിരു യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നു നീനാകിരു രാജനെ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നു നീനാകിരു യേശുവേ വന്നല്ലേ വാസിസു ഇനി ഞാനല്ല ಇಂದು ನೀನಾಗಿರು ರಾಜನೇ ಇಂದು ವಾಸಿಸುನಿ ಇಂದು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇಂದು ನಾನಲ್ಲ ಇಂದು ನೀನಾಗಿರು ರಾಜನೇ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇಂದು ನಾನಲ್ಲ ಇಂದು ನೀನಾಗಿರು ಎಂತೆಲ್ಲ ಮಾರು ರೋಗವನ್ನು ನೀಗಿಸಿ ಮೋತಗಳ ಓಡಿ ಬಂಧನವೆಲ್ಲ ವಿಮೋಚಿಸಲು ಕುರುಡರು ಕುಂಟರು ಕಿವುಡರು ಎಲ್ಲ ಸ್ವಂತವಾಗಿ ಪಡೆಯಲು ದೇವರಾಜ್ಯವ ರೋಗವನ್ನು ನೀಗಿಸಿ ಭೂತಗಳ ಓಡಿಸಿ ಬಂಧನವೆಲ್ಲ ವಿಮೋಚಿಸಲು ಕುರುಡರು ಕುಂಟರು ಕಿವುಡರು ಎಲ್ಲ ಸ್ವಂತವಾಗಿ ಪಡೆಯಲು ದೇವರಾಜ್ಯವ ಓ ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರಾಜನೇ ಎಂದು ವಾಸಿಸುನಿ ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರಾಜನೇ ಎಂದು ವಾಸಿಸುನಿ ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಇನ್ನು ನೀನಾಗಿರು ರಾಜನೇ ಬಂದು ವಾಸಿಸುನೆ ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ಎತ್ತನಲ್ಲ ಯೇಸು ರಾಜನಿವ ಕರ್ತನ ಅಧಿಕಾರ ನಿರೂಪಿಸಲು ದೇವರಾಜ ನಮ್ಮಲ್ಲಿ ಸ್ಥಾಪಿಸಲು ಸೈತಾನ ಶಕ್ತಿಯ ತುಳಿದಾಕಲು ಎತ್ತನಲ್ಲ ಯೇಸು ರಾಜನಿವ ಕರ್ತನ ಅಧಿಕಾರ ನಿರೂಪಿಸಲು ದೇವರಾಜ ನಮ್ಮಲ್ಲಿ ಸ್ಥಾಪಿಸಲು ಸೈತಾನ ಶಕ್ತಿಯ ತುಳಿದಾಕಲು ಓಹೋ ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರಾಜನೇ ಬಂದು ವಾಸಿಸುನಿ ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರಾಜನೇ ವಾಸಿಸುನಿ ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರೋಗವನ್ನು ನೀಗಿಸಿ ಭೂತಗಳ ಓಡಿ ಬಂಧನವೆಲ್ಲ ವಿಮೋಚಿಸಲು ಕುರುಡರು ಕುಂಟರು ಕಿವುಡರು ಎಲ್ಲ ಸ್ವಂತವಾಗಿ ಪಡೆಯಲು ದೇವರಾಜ್ಯ ರೋಗವನ್ನು ನೀಗಿಸಿ ಭೂತಗಳ ಓಡಿಸಿ ಬಂಧನವೆಲ್ಲ ವಿಮೋಚಿಸಲು ಕುರುಡರು ಕುಂಟರು ಕಿವುಡರು ಎಲ್ಲ ಸ್ವಂತವಾಗಿ ಪಡೆಯ ದೇವರಾಜ್ಯವ ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರಾಜನೇ ಬಂದು ವಾಸಿಸುನಿ ಎಂದು ನಾನಲ್ಲ ಇನ್ನು ನೀನಾಗಿರು ಓ ಯೇಸುವೆ ನನ್ನಲ್ಲೇ ವಾಸಿಸು ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ರಾಜನೇ ಬಂದು ವಾಸಿಸುನಿ ಇನ್ನು ನಾನಲ್ಲ ಎಂದು ನೀನಾಗಿರು ಶತರಾನ ಈಗ ಶತರಾನ ಇವನಾರ ಗಡಗದಾನ ರೀವ ಶತರೇ ದುನಾರ ಬೌಡರಿಗರ್ತನಾರ ಅಡರೇ ದುನಾರ ಗಡಗೆ ರೀವ ಶಂತರಾಧನಾರ ಅಡರಾಧನಾರ ಗಡಗೆ ರೀವ ಬೌಡರಿಗರ್ತನ ಅಡ್ಡರಾಧಿ ನೀರಗ ಅಬೋಧನಾರ ಗಚ್ಚೆ ಕಡಗದ ತುಡಾರ ಗಡಗ ರೀವ ಕತ್ತುಡಾನರ ಈಗ ಶತ್ತರೇ ತುನ ರೀವ ಬೌಡರೆ ದಾನ ಈಗ ತೂನರಾಪ ಈಗ ಶತ್ತರೇ ಒಡರೆ ತುನರ ಅದೋರ ರೀಗ ರೀವ ಶಂತೆ ರದಲೆ ರೀಗ ರಾಧ ರೀಗ ಶತರಾನ ಪಗಡೂರು ಓ ರಿವರ ವರವ ಶತರಾನ
Yes, yes, yes. Ore badala dara ga shatora dara roba. Ori ga dara 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 dara. Ori ga shatara dara dara ga dodo. Ori ga dara ba shatara dara rogo. Ori bara ga shatara dara ba ga dara ba. Ori ga shatara na ba udari bara ba. Ori bara ba. Udara dara. Adara dara. ദൈവ ശാന്തരാണ്. കണ്ണുകളടച്ചോ, 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 കണ്ണുകളെ മുച്ച്, കണ്ണുകളെ മുച്ച്, കണ്ണുകളെ പുതിയ ഭാഷ, പുതിയ വാക്കുകൾ, പുതിയ വാക്കുകൾ, ಹೊಸ ಭಾಷೆ, പുതിയ വാക്കുകൾ, ಹೊಸ ಭಾಷೆ, പുതിയ വാക്ക്, ಹೊಸ ಮಾತುಗಳು, പുതിയ ഭാഷ, ಹೊಸ മാറ്റുകൾ. നീ ഇന്ന് പറഞ്ഞതുപോലെയല്ല, ഇന്നലെ പറഞ്ഞതുപോലെയല്ല, നിന്നെവರೆಗೆ ಹೇಳಿದ ರೀತಿಯಲ್ಲ, ഇന്നലെ പറഞ്ഞതല്ല, നിന്നെ ಹೇಳಿದ ಅನ್ಯ ಭಾಷೆಯಲ್ಲ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ಇಂದು പുതിയ 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 ಹೊಸ ಭಾಷೆ, പുതിയ ಹೊಸ വാക്ക്, ಭಾಷೆ, പുതിയ വാക്ക്, ಹೊಸ ಭಾಷೆ. പ്രാപിച്ചോ, പുതിയ പുതിയ ಹೊಂದಿಕೊಳ್ಳಿರಿ, ಹೊಂದಿಕೊಳ್ಳಿರಿ. പുതിയ പ്രാപിച്ചോ, പുതിയ ಹೊಸ പ്രാപിച്ചോ, ಭಾಷೆ, പുതിയ പ്രാപിച്ചോ, ಹೊಸ ಭಾಷೆ. പുതിയ പുതിയ പ്രാപിച്ചോ, പുതിയ പ്രാപിച്ചോ, ಹೊಸ പുതിയ ಭಾಷೆ. പ്രാപിച്ചോ, പുതിയ പ്രാപിച്ചോ, പുതിയ പ്രാപിച്ചോ. രഗ ശതരാരാരാരാരാ. ഓ റിഗദനാരാരാരാരാ. ഉടരദനാരാഗ ശതരാരാ. രഗദനാരാരാരാരാരാ. ഓ റിഗ ശതരാരാരാ. ബഡേ സത്ത Dario, Abajka, Udara Tena, Bauda Getu, Ado, Aresha Dara, Ado, Bauda Riga Sata, Oh, Riva Sandere, ಅಗ್ನಿಯ ಅಭಿಷೇಕ Oh, ಸುರಿಸು ಆತ್ಮನೇ ನಿನ್ನ ಕಾರ್ಯವ ಸಾಧಿಸು hey, hey, ಪವಿತ್ರಾತ್ಮನೇ Riva Sandere, ಅಗ್ನಿಯ ಅಭಿಷೇಕ Oh, ಸುರಿಸು ಆತ್ಮನೇ ನಿನ್ನ ಕಾರ್ಯವ ಸಾಧಿಸು Amen, ಪವಿತ್ರಾತ್ಮನೇ ಸುರಿಸು 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 ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು 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 ಪವಿತ್ರಾತ್ಮರಿಂದ ತುಂಬು ಓ ಸುರಿಸು 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 Riva Sandere, ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು 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 ಪವಿತ್ರಾತ್ಮರಿಂದ ತುಂಬು ಅಗ್ನಿಯ ಅಭಿಷೇಕ ಸುರಿಸು ಆತ್ಮನೇ ನಿನ್ನ ಕಾರ್ಯವ ಸಾಧಿಸು ಪವಿತ್ರಾತ್ಮನೇ ಶಗದ ಬರಾಮ ಓರಿ Riva Sandere. ಓರಿ ദൈവമേ പറയുക, വർഷിപ്പിന്റെ തലം ഞാൻ മാറ്റിയെടുത്ത് ദാവീദ് കിന്നരം വായിച്ചപ്പോൾ അവന്റെ മേലിൽ നിന്ന് വെളിപ്പെട്ട അഭിഷേകം ഹാലേലൂയ ദുരാത്മാക്കളെ പുറത്താക്കിയതുപോലെ നിന്റെ മേൽ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ ശബ്ദം കൊണ്ട് പാടുമ്പോൾ ചില ദുരാത്മാക്കൾ പുറത്താകാൻ പോകുകയാണ്. ದಾವೀದನು ಕಿನ್ನರಿಯನ್ನು ನುಡಿದಾಗ ಸೌಲನ ದುರಾತ್ಮವು ಬಿಟ್ಟು ಹೋದ ರೀತಿಯಲ್ಲಿ ಪ್ರಿಯ ದೇವರ ಅಭಿಷಕ್ತನೇ ನೀನು ಹಾಡುವಾಗ ನೀನು ಹಾಡುವಂತ ಸಮಯದಲ್ಲಿ ಅನೇಕ ದುರಾತ್ಮಗಳು ಓಡುತ್ತವೆ. നിരവധി അനവധി ഗാനങ്ങൾ നീ രചിക്കും, ಅನೇಕ ಹಾಡುಗಳನ್ನು ಇನ್ನೂ ಬರೀತೀಯ ನೀನು. ഇന്ത്യയിലുള്ള ചില സഭകളിൽ നീ രചിച്ച പാട്ടുകളായിരിക്കും വർഷിപ്പ് ഗാനമായി ಭಾರತ വെളിപ്പെടുന്നത്. ದೇಶದ ಅನೇಕ ಸಭೆಗಳಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಇನ್ನು ಹಾಡ್ಲಿಕ್ಕಿರುವಂತದ್ದು ನೀನು ಬರೆಯುವಂತ ಹಾಡನ್ನಾಗಿರುತ್ತದೆ. അങ്ങനെ ഒരു അഭിഷേകം നിന്റെ മേൽ പകരാൻ ಆ പോകുന്നു. ರೀತಿ ಒಂದು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ അങ്ങനെ ഒരു അഭിഷേകം പകരാൻ പോകുക. ವ್ಯಾಪಿಸುತ್ತಿದೆ. കരങ്ങളെ തട്ടിയ ദൈവത്തിന് നന്ദി പറയട്ടെ. ಸುರಿಸು 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 ഓ, ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು 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 ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬು
ಸುರಿಸು ಈಗ ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು ತುಂಬು ಪವಿತ್ರಾತ್ಮರಿಂದ ತುಂಬು ತಡೆಗಳು ಬಂದಿದ್ದು ನನ್ನ ಹಿತಕ್ಕಾಗಿಯೇ ಹೊರಬರಲು ಬಾಗಿಲು ನನಗಾಗಿ ಸಿದ್ಧವಾಗಿದೆ ತಡೆಗಳು ಬಂದಿದ್ದು ನನ್ನ ಹಿತಕ್ಕಾಗಿಯೇ ಹೊರಬರಲು ಬಾಗಿಲು ನನಗಾಗಿ ಸಿದ್ಧವಾಗಿದೆ ಓ ಸುರಿಸು 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 ಅಗ್ನಿಯ ಅಭಿಷೇಕ ಸುರಿಸು 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 ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು 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 ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬು ಅಗ್ನಿಯ ಅಭಿಷೇಕ ಸುರಿಸು ಆತ್ಮನೇ ನಿನ್ನ ಕಾರ್ಯವ ಸಾಧಿಸು ಪವಿತ್ರಾತ್ಮನೇ ಅಗ್ನಿಯ ಅಭಿಷೇಕ ಸುರಿಸು ಆತ್ಮನೇ ನಿನ್ನ ಕಾರ್ಯವ ಸಾಧಿಸು ಪವಿತ್ರಾತ್ಮನೇ ಸುರಿಸು 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 ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು 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 ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬು ಕೆಂಪು ಸಮುದ್ರ ಬಂದಿದ್ದು ನನಗಾಗಿ ಅಲ್ಲವೇ ಶತ್ರುವಿನ ಸೈನ್ಯವನ್ನು ಮುಳುಗಿಸೋದಕ್ಕಾಗಿಯೇ ಕೆಂಪು ಸಮುದ್ರ ಬಂದಿತು ನನಗಾಗಿ ಅಲ್ಲವೇ ಶತ್ರುವಿನ ಸೈನ್ಯವನ್ನು ಮುಳುಗಿಸೋದಕ್ಕಾಗಿಯೇ ಸುರಿಸು 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 ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು ತುಂಬು ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬು ಸುರಿಸು 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 ಅಗ್ನಿಯ ಅಭಿಷೇಕ ತುಂಬು 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 ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬು ಅಗ್ನಿಯ ಅಭಿಷೇಕ ಸುರಿಸು ಆತ್ಮನೇ ನಿನ್ನ ಕಾರ್ಯವ ಸಾಧಿಸು ಪವಿತ್ರಾತ್ಮನೇ ആമേൻ പറഞ്ഞേ ആണല്ലോ ഹലോ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ പുതിയ വാക്കുകൾ ಹೊಸ അന്യ ಭಾಷೆ ഭാഷയിൽ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ പുതിയ വാക്കുകൾ കിട്ടിയവർ മാത്രം കരങ്ങൾ ഉയർത്തിയേ ಹೊಸ ಭಾಷೆಗಳು ಸಿಕ್ಕಿದವರು ഇപ്പോൾ ಮಾತ್ರ ആരാധിച്ചപ്പോൾ ಕೈಯನ್ನೆತ್ತಿ പുതിയ പുതിയ വാക്കുകൾ ഒരു വാക്കെങ്കിലും ഒരു വാക്ക് ആമേൻ വന്ന് വരണ്ടോട്ട് വന്നേ ഒരു ഭക്ഷന്തരാന ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಹೊಸ ഭാഷೆ ಸಿಕ್ಕಿದವರು ഹല്ലേലൂയ ಕೈ ಎತ್ತಿ പുതിയ വാക്ക് അതായത് ഇന്നലെ വരെ പറഞ്ഞതല്ല ಅಂದ್ರೆ ಮೊದಲು ನಿಮಗೆ ಅನ್ಯ ಭಾಷೆ ಇತ್ತು ಆದ್ರೆ ഒരു വാക്കും കൂടെ എക്സ്ട്രാ എനിക്ക് അന്യ ഭാഷയിൽ കയറി വന്നു ಮೊದಲು ಗೊತ್ತಿದ್ದ ಅನ್ಯ ಭಾಷೆಗಿಂತ ಒಂದು ಮಾತಾದ್ರೂ ಜಾಸ್ತಿ ಸಿಕ್ಕಿದ್ರೆ ಕೈ ಎತ್ತಿ ഒരു ഭക്ഷന്തരേ റിവരകതുനാർ സിസ്റ്റർ വന്ന് ഓടി 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 ಬನ್ನಿ ಮುಂದೆ ಬನ್ನಿ ಮುಂದೆ ಬನ್ನಿ മേരി ഭക്ഷന്തരാന ശതരാന ബൗഡരിവരക വേറെ ആർക്കെങ്കിലും ഞാൻ ഇന്ന് രാവിലെ വരെ പറഞ്ഞതല്ല ഇപ്പോൾ ആരാധന ദൈവത്തിന്റെ ആത്മാവിന് ഒരു പുതിയ വാക്ക് പുതിയ പദം ಇನ್ನು ಯಾರಿಗಾದ್ರೂ ನಾನು ಬೆಳಗಿನವರೆಗೆ ಹೇಳಿದ ಅನ್ಯ ಭಾಷೆ ಎಲ್ಲ ಒಂದು ಹೊಸ ಶಬ್ದ ಜಾಸ್ತಿ ಮಾತು ಜಾಸ್ತಿ ಸಿಕ್ಕಿದೆ ಅಂದ್ರೆ ಅಂತವ್ರು ಮುಂದೆ ಬನ್ನಿ മേരി ഭക്ഷന്തര സിസ്റ്റർ ഇങ്ങോട്ട് വന്നേ അടുത്ത് വന്നേ ಪಕ್ಕದಲ್ಲಿ എന്തായിരുന്നു ಬನ್ನಿ അനുഭവം അടുത്ത് വന്നേ ಅನುಭವ ಏನಾಗಿತ್ತು ಹೇಳಿ ಈ ಮಗುವನ್ನು ಯಾರಾದ್ರೂ ಎತ್ಕೊಳ್ಳಿ ನಾನು ಸಾಂಗ್ ಹಾಡ್ತಿದ್ದೆ ನನಗೆ ಹೊಸ ಸಾನ್ಯ ಭಾಷೆ
ನನಗೆ ಗೊತ್ತಿರೋದಾಗಿ ಹೊಸ ಸಣ್ಣ ಭಾಷೆ ಮಾತಾಡಿಸಿ ಮಾಡಿದೆ. പുതിയ വാക്ക് കുറെ സംസാരിച്ചു. കരങ്ങൾ തട്ടിയ ദൈവത്തിന് നന്ദി പറഞ്ഞു. കരങ്ങൾ തട്ടി കർത്തനിಗೆ മഹിമೆ ಸಲ್ಲಿಸಿ. ശന്തരാന ഘടകനാര I don't know what was happening. I was just, my tongue was just speaking. I wasn't talking. ഒന്ന് കരങ്ങളെ അടിച്ച ദൈവത്തിന് കരങ്ങൾ നന്ദി തട്ടി പറഞ്ഞു. കർത്തനിಗೆ മഹിമೆ സಲ್ಲಿಸಿ. ഹല്ലേലൂയ. ഒരു അസാധാരണമാകുന്ന ശക്തി തന്റെ മേൽ ഇറങ്ങിയതായി താൻ അനുഭവിക്കുക. ಒಂದು ಅಸಾಧಾರಣವಾದ ಶಕ್ತಿ ಇಳಿದು ಬಂದದನ್ನು ಅನುಭವಿಸುತ್ತಿದ್ದಾರೆ. ഞാൻ വീണ്ടും ആവർത്തിക്കുക. ನಾನು ಮತ್ತೆ ಹೇಳ್ತೇನೆ, ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആരെടുത്തെങ്കിലും ഒരാളെടുത്ത് ഇടപെടാനായിരിക്കും വന്നിരിക്കുന്നത്. ಒಂದು ವೇಳೆ ಒಬ್ಬರನ್ನ ಸ್ಪರ್ಶಿಸುವುದಕ್ಕಾಗಿ ದೇವರಾತ್ಮನ ಬರ್ತಾರೆ. പക്ഷെ ദൈവത്തിന്റെ ശക്തി ഇത്ര വലിപ്പമുള്ളത് കൊണ്ട് നമ്മളെല്ലാം അതിൽ അകപ്പെടുകയാണ്. ದೇವರ ಶಕ್ತಿ ಬಹಳ ದೊಡ್ಡದಾದುದರಿಂದ ನಾವು ಅದರೊಳಗಡೆ ಸೇರಲ್ಪಟ್ಟಿದ್ದೇವೆ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഞാൻ അന്യഭാഷ പറഞ്ഞത് കൊണ്ടാണ് വന്നത്. അല്ല, ಕೆಲವರು ಅನಿಸ್ಬೋದು ನಾನು ಅನ್ಯ ಭಾಷೆ ಹೇಳಿದ್ರಿಂದ ದೇವರ ಶಕ್ತಿ ಬಂದಿದ್ದು ಅಂತ. ಅಲ್ಲ, ദൈവത്തിന് ഏതെങ്കിലും ചിലപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായിരിക്കത്തോടെ ദൈവത്തിന് ആഗ്രഹം. ಕಾರಣ ಒಂದು ಸಣ್ಣ ಮಗುವನ್ನ ಮುಟ್ಲಿಕ್ಕಾಗಿ ದೇವರಾತ್ಮನು ಬರಲಿಕ್ಕೆ ಸಿದ್ಧನಾಗಿದ್ದಾನೆ. പക്ഷേ സ്തോത്രം പറഞ്ഞേ, ಸ್ತೋತ್ರ ಹೇಳಿ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം വലുതാകെ കൊണ്ട് നാം എല്ലാവരും അകപ്പെട്ടു പോയതാ. ಆತನ ಸಾನ್ನಿಧ್ಯವು ಬಹಳ ದೊಡ್ಡದಾದುದರಿಂದ ಅದರೊಳಗಡೆ ನಾವು ಬಿದ್ದದ್ದು. സ്തോത്രം പറ. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ದೇವರಾತ್ಮನು ಹೇಳ್ತಿದ್ದಾನೆ, പലവിധമാകുന്ന വിടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയച്ചു കഴിഞ്ഞു. ಇದರೊಳಗಡೆ ಬಹಳ ಕೆಲವು ಕಟ್ಟುಗಳನ್ನ ದೇವರಾತ್ಮನು ಬಿಚ್ಚಿದ್ದಾನೆ. ഞാൻ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ಆ ಪ್ರಿಯ ಸಹೋದರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಿರುವಾಗ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ കാണിച്ചതാണ്. ದೇವರಾತ್ಮನು ತೋರಿಸಿದ್ದಾಗಿದೆ. അതിൽ വല്ലാത്ത ഒരു ശക്തി പ്രിയ സഹോദരി ഞെരുക്കിക്കൊണ്ടിരിക്കുക. ಭಯಂಕರ ಒಂದು ಶಕ್ತಿ ಆ ಸಹೋದರಿಯನ್ನ ಇಕ್ಕಟ್ಟಿಗೆ ಒಳಪಡಿಸಿತ್ತು. ആ ആരാധനയുടെ ശക്തി വെളിപ്പെട്ടപ്പോൾ തന്നെ ಆ ಆರಾಧನೆ ಶಕ್ತಿ ಪ್ರಕಟವಾದಾಗಲೇ ആ ശക്തി ചിതറിപ്പോകുന്ന ഒരു ಆ ಶಕ್ತಿ വെളിപ്പാട്. ಒಡೆಯಲ್ಪಟ್ಟದನ್ನ ನಾನು ನೋಡಿದನು. സിസ്റ്റർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വീണ്ടും ആവർത്തിക്കുക. ದೇವರಾತ್ಮನು ಮತ್ತೆ ಹೇಳುತ್ತಿದ್ದಾನೆ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ನಿನ್ನ ಸ್ಥಿತಿಗತಿಗೆ ಬದಲಾವಣೆ ಆಗ್ತಿದೆ. ഇപ്പോഴത്തെ ലെവൽ ദൈവം മാറ്റും. ನಿನ್ನ ಈಗಿನ ಹಂತಕ್ಕೆ ದೇವರು ಬದಲಾವಣೆ ಕೊಡುತ್ತಿದ್ದಾರೆ. ഒരു ഹൈ പൊസിഷൻ ദൈവാത്മ നിന്നെ വരുത്താൻ പോവുകയാണ്. ಒಂದು ದೊಡ್ಡ ಪೊಸಿಷನ್ ಅನ್ನು ದೇವರು ಕೊಡುತ್ತಿದ್ದಾರೆ. നിന്റെ ഈ ഹാലൽ ദൂത് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ಈ ಆಲೋಚನೆ ಹೇಳುತ್ತಿರುವಾಗಲೇ നിന്റെ കുടുംബത്തിന്റെ ചില പാരമ്പര്യ ബന്ധനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ನನ್ನ ಕುಟುಂಬದ ಕೆಲವು ಪಾರಂಪರ್ಯದ ಬಂಧನಗಳನ್ನು ಆತನು ಒಡೆದು ಹಾಕುತ್ತಿದ್ದಾನೆ. ആമേൻ. ആമേൻ. ശതരാന ബൗഡരിബനാര. Praise the Lord. Praise God. ഇനിയും നമുക്ക് കാത്തിരിക്കാം. ಇನ್ನು ನಾವು ಆತನ ಸಮ್ಮುಖದಲ್ಲಿ ನಿರೀಕ್ಷಿಸೋಣ. ഇതൊരു ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ಇದೊಂದು ಅಸ್ತಿವಾರವನ್ನು ಮಾತ್ರ ನಾವು ಹಾಕಿರುವಂತದ್ದು. ഹല്ലേലൂയ. നാളെ മുതൽ നമ്മൾ ഇതെല്ലാം ഈ പ്രൊഫറ്റിക്ക് ഇനി ആക്ഷനിലേക്ക് ഇറങ്ങാൻ പോവുക. ನಾಳೆಯಿಂದ ಈ ಪ್ರವಾದನೆಯು ಕ್ರಿಯಾರೂಪದಲ್ಲಿ ಕಾರ್ಯ ಮಾಡಲಿಕ್ಕಿದೆ. എത്ര പേർ തയ്യാറാകും? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗ್ತೀರಿ? എത്ര പേർ തയ്യാറാകും? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗ್ತೀರಿ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. കാരണം ഇനി ഒതുങ്ങി കൂടാനല്ല, ಇನ್ನೊಂದು ಕಡೆ ಅಡಗಿ ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅಲ್ಲ, ഇനി ധീരാളിയായി, ಇನ್ನು ಧೀರನಾಗಿ ನೀನು ಬರಬೇಕು. പടർക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാളിയായി, ಆಮೇಲೆ ಯುದ್ಧದ ರಂಗದಲ್ಲಿ ಯುದ್ಧ ಮಾಡತಕ್ಕಂತ ಒಬ್ಬ ಯೋಧನ ಹಾಗೆ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ನೀವು ಜೊತೆಯಾಗಿ ನಿಲ್ಲುವುದಾದ್ರೆ, ഈ പട്ടണത്തെ, ಈ ಪಟ್ಟಣವನ್ನ ദൈവാത്മാ നിങ്ങളെ കരങ്ങളിലേക്ക് ದೇವರು ನಿಮ್ಮ ಕೈಗೆ നീ ಕೊಡಲಿಕ್ಕಿದ್ದಾರೆ. വിരൽ ചൂണ്ടി പറയണം, ನೀನು ಬೆರಳು ತೋರಿಸಿ ಹೇಳಬೇಕು, ദേശാപതിയെ ഇത്ര മതി, ദേശാപതിയെ ഇത്ര മതി, ಲೋಕಾಧಿಪತಿಯೇ ನಿಂದು ಆಟ ಸಾಕು, ഹല്ലേലൂയ. നിന്റെ മേൽ അധികാരം പകരം പോകുക. ನನ್ನ ಮೇಲೆ ಅಧಿಕಾರವು ಸಿಕ್ಕಿದೆ. നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം. ನಮಗಿನ್ನೂ എല്ലാവരും ಪ್ರಾರ್ಥಿಸೋಣ. ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കട്ടെ. ನಿಮ್ಮನ್ನ ದೇವರು ತನ್ನ ಕೃಪೆಯಿಂದ ಆಶೀರ್ವದಿಸಲಿ. God bless you. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ.